കുറെ മാസങ്ങൾക്ക് ശേഷം, നീണ്ട ഒരു ലോങ് ടൈമിന് ശേഷമാണ് ഈ മീറ്റിങ്ങിൽ ഞാൻ ശുശ്രൂഷിക്കാൻ കടന്നു വരുന്നത്. പ്രിയ ഈ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി പ്രിയ ബീന ആന്റി, പ്രിയ സിസ്റ്റർ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്നെ കുടുംബമായി ശക്തിയോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായി കർത്താവിന് നന്ദി പറയുന്നു. മാത്രമല്ല, ഇന്ന് രാത്രി കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന 33 ഡിവൈസിലുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. 6ാമത്തെ രാത്രി, കഴിഞ്ഞ 5 ദിനരാത്രങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വിശ്വസിക്കുന്നു. ആ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുള്ള, ദൈവശബ്ദം കേട്ടു അനുഗ്രഹിക്കപ്പെട്ടു വിടുതൽ പ്രാപിച്ചു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരു നല്ല ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ വളരെ സുപരിചിതമായ ഒരു വാക്യം, അത് വായിച്ച് കർത്താവ് നൽകിയ ആലോചനകൾ, ദൈവശബ്ദങ്ങൾ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൺക്ലൂഷൻ ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാചവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാചിനാൽ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. കുറെ വർഷങ്ങളായി നമ്മൾ കേൾക്കുകയും വേദവിചിന്തനത്തിന് വിധേയപ്പെടുത്തുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ രാത്രി പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിന് വേണ്ടി നമുക്ക് കൈമാറിയത്. നിങ്ങൾക്ക് കേൾക്കാൻ സന്തോഷമാണോ? ഒത്തിരി മെസ്സേജുകൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളായിരിക്കും. പക്ഷെ ഇന്ന് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ നമ്മളെ നടത്തുന്ന ദൈവസാന്നിധ്യത്തിന് നന്ദി പറയാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ജീവനുള്ള വചനമാണെങ്കിലും അത് പരിശുദ്ധാത്മാവ് അതിനകത്തൂടെ നമ്മളെ തൊട്ടില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളെ ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ ഈ ദിവസങ്ങളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ കൃപയാൽ അയക്കുന്ന മീറ്റിങ്ങുകളിൽ, എൻ്റെ ചർച്ചകളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റീസുടെ ഭാഗമാകാൻ മാത്രമല്ല ദൈവം വിളിച്ചത്. ആമേൻ പറയാവോ? നമ്മളെ ആത്മീകമാകുന്ന പ്രവർത്തനങ്ങളിൽ നിരസ്വരരായിരിക്കാൻ മാത്രമല്ല, എന്ത് സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്താലും അതിൻ്റെ അകത്ത് പ്രസൻസ് ഈസ് എ ഇമ്പോർട്ടന്റ്. എത്ര പേർക്ക് മനസ്സിലായി? പ്രസൻസ്, കർത്താവിന്റെ പ്രസൻസ് പാടുമ്പോൾ ഉണ്ടെങ്കിൽ, കർത്താവിന്റെ പ്രസൻസ് ശുശ്രൂഷിക്കുമ്പോൾ ഉണ്ടെങ്കിൽ, അതായത് കർത്താവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ കരയുന്നൊരു തലമുറയെ ദൈവം അന്വേഷിക്കുന്നു. ആമേൻ. ആ നല്ല പദത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുക. നിങ്ങൾക്കറിയാമോ, മോശയ്ക്ക് തന്റെ കയ്യിൽ ചെങ്കടലിനെ രണ്ടാക്കിയ അധികാരമുള്ള വടി ഉണ്ടായിരുന്നു. ആ വടി കയ്യിലിരിക്കെ മോശയിലൊരിക്കൽ ഒരു പ്രാർത്ഥന, അസാധാരണമായ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നിന്റെ സാന്നിധ്യം എന്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. പൈസയുണ്ട്, വണ്ടിയുണ്ട്, എല്ലാ സ്പിരിച്വൽ മെറ്റീരിയൽസും ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, ബന്ധങ്ങളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, പ്രാർത്ഥിക്കാൻ പ്രവാചകന്മാരുണ്ട്, ദൂത് പറയാൻ ദൈവദാസന്മാരുണ്ട്, സ്നേഹസമ്പന്നനായ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ടായിരിക്കെ ഇനി റൊട്ടീനായി ആത്മീയ കാര്യങ്ങളെല്ലാം, ഇന്ന് 6ാമത്തെ ദിവസമല്ലേ അല്ലെ, റൊട്ടീനായി ആത്മീയ കാര്യങ്ങളെല്ലാം നടന്നു പോവുക. നമ്മളൊരു സ്പിരിച്വൽ പെന്തക്കോസിന്റെ സ്പിരിച്വൽ ആക്ടിവിറ്റീസിനകത്ത് നിൽക്കുക. ദൈവം ആഗ്രഹിക്കുന്നു, പ്രസൻസ് ഇല്ലെങ്കിൽ,
സാന്നിധ്യമില്ലെങ്കിൽ കരയാൻ ഒരു തലമുറയുണ്ടെങ്കിൽ, ഒരു ദൈവദാസിയുണ്ടെങ്കിൽ, ഒരു ദൈവദാസനുണ്ടെങ്കിൽ, ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ, നിശ്ചയമായും ഉണർവും മടങ്ങി വരും. നിശ്ചയമായും ദൈവപ്രവൃത്തികൾ കാണാൻ തുടങ്ങും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അകത്ത് ഇന്ന് രാത്രി നമ്മൾ ആയിരിക്കുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ ഇങ്ങനെ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പറയുന്നത്, അതുകൊണ്ട് ആരും ഉറങ്ങരുത്. ഞങ്ങൾക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റത്തില്ല. AC ഇട്ടുകൊണ്ട് കുറച്ച് ചൂടിന്റെ വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലും ഭയങ്കര ചൂടാണ്. അപ്പൊ ഒരു രീതിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം എന്താണ്, ഇച്ചിരി സ്ലോയി പറയുമ്പോൾ നമ്മളിൽ സൂപ്പർ ഫാസ്റ്റ് പോലെ പോകാത്തോണ്ട് ഉറങ്ങരുത്. ഇടയ്ക്ക് ഉറക്കം വരുവാണെന്ന് നല്ല രാമൻ പറഞ്ഞു. അപ്പൊ തന്നെ ഇത് ക്ലാസ് അല്ല, എനിക്കറിയാം. എങ്കിൽ തന്നെ ദൈവാത്മാവിന്റെ നിറവ്, അഭിഷേകം ചെയ്യപ്പെട്ടത് എന്നോട് ദൈവാത്മാ പറഞ്ഞൊരു ദൂതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ ദൂത് പറയുമ്പോൾ തന്നെ കുറച്ച് മിനിറ്റുകൾ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയണം. അതായത് നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ടത് ശരിക്കും എന്തിനാണെന്ന് ചോദിച്ചാൽ, ശുശ്രൂഷ നിൽക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് പറയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. പ്രവാചകന്മാരാണെങ്കിൽ ഫസ്റ്റ് പറയും പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ഭൂതത്തിന്മേൽ അധികാരമുള്ളവരാണെങ്കിൽ ആദ്യം പറയും ഈ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. ആക്ച്വലി നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ടത് ഈ മിനിസ്ട്രിക്ക് വേണ്ടിയാണെങ്കിൽ തന്നെ നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ടത് ആ ഒരു പൂർണ്ണതയിൽ സഭകൾക്ക് ഇതുവരെ എത്താൻ കഴിയുന്നില്ല. നിങ്ങൾ ആദ്യം തന്നെ സ്വത്രം പറയുന്നില്ല. ഇനി കുറച്ചു നേരം പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ ഉള്ള സ്വത്രോടെ പോകും, അല്ലെ? കർത്താവിന്റെ പെർഫെക്ഷനിൽ ഈ ഭൂമിയിൽ അത് സെൻട്രൽ പാസ്റ്റർ ആയാലും, അത് ലോക്കൽ പാസ്റ്റർ ആയാലും, പ്രവാചകനായാലും, അപ്പോസ്തലനായാലും, എല്ലാവരും യേശു കർത്താവിന്റെ പെർഫെക്ഷനിൽ ആ പരിജ്ഞാന പൂർണ്ണതയിൽ എത്താൻ വേണ്ടിയാണ് നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ടത്. അതൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, കാലം നോക്കിയാൽ ഉപദേഷ്ടാവായിരിക്കേണ്ട നിങ്ങൾ ഇപ്പോഴും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, ആരും കുറ്റം പറയല്ലേ. നിങ്ങളോട് ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ക്രിസ്തുവിന്റെ മഹാപുരോഹിതത്വത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങും. എന്നാൽ നിങ്ങളോട് ഞാനിപ്പോ ഇവിടെ ഈ സൂമിലൂടെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോയി, യേശു കരുതുന്നവനാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൈയടിച്ച് ആരാധിക്കും. കാരണം എന്താ? നമ്മൾ ഇപ്പോഴും ആദ്യ ആ പാഠത്തിന്റെ അകത്ത് നിൽക്കുക, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിൽക്കുക. എന്നാൽ ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പറയുന്ന അത്ഭുതങ്ങൾ പോലും നമ്മളിൽ ഓപ്പറേറ്റ് ആകണമെങ്കിൽ ക്രിസ്തു പരിജ്ഞാനത്തിന്റെ ജീവിതം കൊണ്ട് പൂർണ്ണതയിൽ എത്തണം നാം. ആമേൻ. നല്ലൊരു ഹല്ലേലൂയ പറയാമോ? മനസ്സിലായെങ്കിൽ. അതിന്റെ മറ്റൊരു പദത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നതാണ് സുവിശേഷം. അപ്പൊ ഒരു സഭ എന്തിനാ? ഒരു പ്രവർത്തനം എന്തിനാ? ഒരു കൂട്ടായ്മ എന്തിനാ? ഒരു ആരാധന എന്തിനാ? ഒരു സഭായക, ഒരു ഉപവാസ പ്രാർത്ഥന എന്തിനാ? കുറച്ചു നേരം എന്തായാലും ഞാൻ ദൂത് പറഞ്ഞാലും നിങ്ങൾ കൈയടിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാനങ്ങ് പറയുക. കുറച്ചു നേരം കൈയടിച്ചിട്ട് അന്യഭാഷ പറഞ്ഞിട്ട് ആരാധിച്ചിട്ട് പോകാനല്ല ഈ സഭാ യോഗം, ഉപവാസ പ്രാർത്ഥന. പിന്നെന്തിനാണ്? ക്രിസ്തുവിൽ ഏതു മനുഷ്യനെയും, മതമില്ല, കുലമില്ല, പാമരനോ പണക്കാരനോ ഒന്നുമില്ല, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ ആരാക്കണം? തികഞ്ഞവനാക്കണം. തികഞ്ഞനാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം നോക്കുമ്പോൾ ദൈവത്തിന് ദൈവസഭയ്ക്കകത്തു നിന്നും, ദൈവിക കാര്യങ്ങളിൽ നിന്നും, ദൈവവുമായിട്ടുള്ള ഇടപെടലുകൾക്കകത്തു നിന്നും, ദൈവിക വാഗ്ദത്തങ്ങൾക്കകത്തു നിന്നും, ദൈവിക അനുഗ്രഹങ്ങൾക്കകത്തു നിന്നും നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു പെർഫെക്ഷന്റെ അകത്തേക്ക്, യേശു കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഡീപ്പായ അനുഭവങ്ങൾക്കകത്തേക്ക് ഒരു വ്യക്തി, ഒന്നുകൂടി പറഞ്ഞാൽ ഒരു ഹംബിൾ മാൻ, ഒരു സാധാരണ മനുഷ്യനായി ഞാനിത് പറഞ്ഞു വന്നതുകൊണ്ട് പറയുകയാണ്. യേശു കർത്താവിന്റെ ഒരു വലിയ തിയോളജി ഞാൻ പറയല്ല, വലിയൊരു കാര്യം, വലിയൊരു ദൈവിക സിദ്ധാന്തം പറയാം.
യേശു കർത്താവ് ഒരേ സമയത്ത് ദൈവത്വത്തിന്റെ അകത്തും മനുഷ്യത്വത്തിന്റെ അകത്തും ജീവിച്ചു. ആമേൻ പറയാൻ പറ്റുമോ? നമുക്ക് പലപ്പോഴും മനുഷ്യത്വമുണ്ട്, ഹ്യൂമാനിറ്റി ഉണ്ട്, പക്ഷെ പലപ്പോഴും ദൈവത്വം നമ്മൾ ഇന്ന് റിലീസാകുന്നില്ല. ചിലരുടെ അകത്ത് ദൈവത്വം റിലീസാകുന്നു, പക്ഷെ അവർക്ക് ഒരു മനുഷ്യത്വവും കാണത്തില്ല. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അതിന്റെ അർത്ഥം പറയാം. യേശു കർത്താവ് കല്ലറയുടെ മുമ്പ് നിൽക്കുമ്പോ, ലാസറിന്റെ കല്ലറയുടെ മുമ്പ് നിൽക്കുമ്പോ മറിയേയും മാർത്തയും കരഞ്ഞു. എല്ലാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് യേശു കരഞ്ഞതെന്ന്. ശരിയായിരിക്കാം, കാരണം നമ്മൾ കരയുന്ന കർത്താവിന് കാണാൻ പറ്റത്തില്ല, മറ്റുള്ളവരുടെ കൂട്ടല്ല. നമ്മൾ കരഞ്ഞാൽ നമ്മുടെ കൂടെ കർത്താവും കരയും. പക്ഷെ അത് മാത്രമല്ല കാരണം. കർത്താവ് കരഞ്ഞ എന്തിനാണെന്നറിയാം? മഹത്വം വെളിപ്പെടാൻ പോകുന്ന വിഷയത്തെ ഓർത്ത് കരയുന്നത് കണ്ടിട്ടാണ് കർത്താവ് കരഞ്ഞത്. ആമേൻ പറ. ഇതിന്റെ അകത്തൊരു മഹത്വം വെളിപ്പെടാൻ പോവുക എന്ന് വിശ്വസിച്ചാൽ നീ മഹത്വം കാണുമെന്ന് പറയുന്നതിന് മുമ്പ് യേശു കർത്താവ് പറഞ്ഞു ഒരു മഹത്വം വെളിപ്പെടാൻ പോവുക. അപ്പം ഓൾറെഡി ഒരു മഹത്വം വെളിപ്പെടാൻ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് 1,00,000 രൂപയുടെ ആവശ്യമുണ്ട്. നിങ്ങൾ കരഞ്ഞോണ്ടി കർത്താവേ എങ്ങനെങ്കിലും ഒരു വഴി തുറക്കണമേ. അപ്പൊ ഒരു SMS വന്ന്, ഒരു മെസ്സേജ് വന്നു. മെസ്സേജിനകത്ത് 1,00,000 രൂപ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയി. ഇത് കണ്ടിട്ടും നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കുവോ? കരഞ്ഞോണ്ടിരിക്കുന്നെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ സ്വോത്രം പറയും. അപ്പൊ ഇത് കണ്ടതിന് ശേഷം, ഇത് കിട്ടിയതിന് ശേഷം കരയത്തില്ല. കരയേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തിൽ യഹൂദന്മാര് കരയുന്നത് കണ്ടപ്പോഴാണ്, വിടുതൽ നടക്കാൻ പോകുന്ന വിഷയത്തിൽ കരയുന്നത് കണ്ടപ്പോഴാണ് കർത്താവും കരഞ്ഞത്. ഇവർക്ക് ഇതുവരെ ഈ മഹത്വത്തിനകത്തൊന്നും കയറാൻ പറ്റുന്നില്ല, ഇവർ ഈ സാന്നിധ്യത്തിനകത്തൊന്നും ചലിക്കാൻ പറ്റുന്നില്ല. കർത്താവിന് പെയിനാണ് അത് ഓർക്കുമ്പോ. അപ്പൊ മഹത്വത്തിന്റെ അകത്ത് നിന്നവൻ, ഓൾവേസ് മഹത്വത്തിന്റെ അകത്ത് നിന്നവൻ കരഞ്ഞത് മനുഷ്യനായതുകൊണ്ട് കൂടിയാണ്. അപ്പൊ എത്ര ദൈവം നമുക്ക് അനുഗ്രഹം തന്നാലും, എത്ര ദൈവം നമുക്ക് മഹത്വം അഭിഷേകം തന്നാലും, ചിലയിടത്തും മനുഷ്യത്വം ഉള്ളവരായിരിക്കണം. നിങ്ങൾ ആമേൻ പറയാവോ? സ്തോത്രം. കർത്താവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടോ? ഒരേ സമയത്ത് ദൈവപുത്രനും അതേ സമയത്ത് സർവന്റ് ആറ്റിറ്റ്യൂഡും. അതാ യേശു കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകാൻ പഠിപ്പിച്ചത്. ഹംബിൾനെസ്, ആ താഴ്മ, ഇത് യേശുവിനുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ ദിവസം എന്തെങ്കിലും ദൂത് കേൾക്കാൻ വേണ്ടി വന്നതാ. ദൂത് വരുന്നുണ്ട്. കർത്താവ് ഇപ്പൊ യോഹന്നാൻ പറഞ്ഞതുപോലെ എന്നേക്കാൾ വലിയവൻ പിന്നാലെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്. ഈ ദൂത് അങ്ങോട്ട് എടുത്താ അടുത്ത ദൂത് വരും. കരമീർത്ത് നല്ല ആമേൻ പറ. ഹംബിൾനെസ്, ആ ഒരു താഴ്മ, അത് വിധേയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. മഹത്വത്തിന്റെ അകത്ത് നിൽക്കുന്നവൻ ആ സെർവന്റ് ആറ്റിറ്റ്യൂഡിൽ, ആ ഒരു ദാസനെ പോലെ ജീവിച്ച് കാണിച്ചത് എത്ര ഉയരങ്ങളിൽ കയറിയാലും, എത്ര എത്ര ഫൈനാൻഷ്യലി, എത്ര ആത്മീകമായി, എത്ര അഭിഷേകത്തിൽ നമ്മൾ ടോപ്പ് ലെവലിൽ എത്തിയാലും നമ്മുടെ അകത്തൊരു മാനുഷിക പരിഗണന, മനുഷ്യനെ മനസ്സിലാക്കാനും കരുതാനും സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനുഷ്യത്വം ഉള്ള ദൈവമക്കളാകാനാണ് കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തത്. അതാണ് ക്രിസ്തുവിൽ തികഞ്ഞവനാകുക എന്ന് പറയുന്നത്. എല്ലായിടത്തും എപ്പോഴും ജയോത്സവമായി നടക്കാൻ, ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേലുണ്ട്. ഇനി വായിച്ച വാക്യത്തിലേക്ക് വരാം. അവിടെ ഇങ്ങനെ പറയുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. അടുത്ത വാക്യം ഒന്ന് വായിക്കാവോ? അടുത്ത വാക്യം. ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. ശരിക്കും പരിശുദ്ധാത്മാവ് നടത്തേണ്ടത് ഗലീലേക്കായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയുന്ന ദൂത് ഒന്നേ ഉള്ളൂ, സന്ദേശം ഒന്നേ ഉള്ളൂ. അഭിഷേകം ചെയ്യപ്പെട്ടതിന്റെ ഉദ്ദേശം പൂർണ്ണമായി ചിലരുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടില്ല. ഇത് നിങ്ങൾ ഏറ്റെടുത്താലും ഇല്ലേലും, ആമേൻ പറഞ്ഞാലും ഇല്ലേലും, കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞൊരു ദൂത. പക്ഷെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ രാത്രി ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, അഭിഷേകം ചെയ്യപ്പെട്ടതിന്റെ ആ കർത്താവിന്റെ ഉദ്ദേശം പൂർണ്ണമായി, ആ പർപ്പസ് ചില കുടുംബങ്ങൾക്കകത്ത് ഈ ദിവസങ്ങളിൽ നിവർത്തിക്കപ്പെടാൻ പോവുക. 6ാമത്തെ രാത്രി നിങ്ങൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. ഇതുവരെ ചിലതൊക്കെ നടന്നിട്ടുണ്ട്, ചിലതൊക്കെ പ്രാപിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന് ഒരു ടോപ്പ് റേഞ്ച് പർപ്പസ് ഉണ്ടായിരുന്നു, വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് ഇതുവരെ കയറാൻ പലർക്കും കഴിയുന്നില്ല. പലരും അതിന് പരിശ്രമിക്കുന്നുണ്ട്, പലരും ഉപവസിക്കുന്നുണ്ട്. ഞാനിത് ദൂതാ പറയുന്നത്. പലരും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അഭിഷേകം ചെയ്യപ്പെടാഞ്ഞിട്ടല്ല.
ആ അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷവും എവിടൊക്കെയോ സാഹചര്യങ്ങൾക്കകത്ത് ചിലർ കുടുങ്ങിക്കിടക്കും. എവിടൊക്കെയോ പിശാച് സാമ്പത്തികമായി ലോക്കാക്കിയിട്ടിരിക്കുന്നു. എവിടൊക്കെയോ രോഗിയാക്കി ലോക്കാക്കിയിട്ടിരിക്കും. എവിടൊക്കെയോ ഏതൊക്കെയോ മെന്റലി ഇഷ്യൂസിന്റെ അകത്ത് ലോക്കാക്കിയിട്ടിരിക്കും. ഇന്ന് രാത്രി അതും മുഴുവൻ പൊട്ടിക്കാൻ നിങ്ങളുടെ മേൽ തന്നെ അഭിഷേകമുണ്ട്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ശമനഘടക പ്രൗഢബലക ശമനഗതരകസി. ഇന്ന് രാത്രി ഈ നിമിഷം വരെ അഭിഷേകം ചെയ്യപ്പെട്ട കാര്യം, ആ പർപ്പസ്, പദ്ധതി പൂർണ്ണമായി നിറവേറാത്ത ചില കുടുംബങ്ങളെ നോക്കി ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, ഈ ഉപവാസം ആശീർവാദം കഴിയുന്നതിന് മുമ്പ്, ഈ 7 ദിവസത്തെ ഉപവാസം തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ശബ്ദങ്ങളുടെ മേൽ അധികാരത്തിന്റെ തീ വീഴാൻ പോകുകയാണ്. നിങ്ങളുടെ അഭിഷേകത്തിന് ചേഞ്ച് വരാൻ പോകുകയാണ്. ഏത് മേഖലയാണോ പിശാച് ലോക്കാക്കുന്നത്, ഏത് മേഖലയാണോ പിശാച് ലിമിറ്റേഷനിൽ നിർത്തിയിരിക്കുന്നത്, അവിടം ഈ ദിവസങ്ങളിൽ പൊട്ടും. ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ഇന്ന് രാത്രി ദൈവം പറയുന്നു, പരിമിതികളെ പൊളിക്കാൻ അഭിഷേകത്തിന്റെ പകർച്ച വ്യാപരിക്കാൻ പോകുകയാണ്. അന്താരഘടക ശമാനഗതരകത്തി. എത്ര കരഞ്ഞിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ഏതൊക്കെയോ മേഖലകളെ പൊളിച്ചു കയറാൻ കഴിയാത്ത നിലകളിൽ നീ സ്റ്റെപ്പ് വെച്ച അടുത്ത മൂവ്മെന്റിന് തടസ്സമായി ഒരിടത്ത് തന്നെ നിന്നെ നിർത്തിയിരിക്കുന്നത് എന്താണോ, അതിനകത്ത് നിനക്കൊരു പൂർണ്ണ ജയം തരാൻ ഈ രാത്രി ദൈവാത്മാവിന്റെ സഹായം ശക്തിയോട് ഇറങ്ങി വരുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ അഭിഷേകം ചെയ്യപ്പെട്ടത് എന്തിനാണെന്ന് ആ പൂർണ്ണതയിൽ എത്തുന്നത് മുമ്പേ തടസ്സങ്ങൾ, ലോക്കുകൾ, അത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ ദൈവാത്മാവിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. ഒന്ന്, ഇവിടെ ഞാൻ പറഞ്ഞു, ആക്ച്വലി മരുഭൂമിയിലേക്കല്ലായിരുന്നു ദൈവാത്മാവ് കർത്താവിനെ നടത്തേണ്ടത്. ഹലോ, കേൾക്കുന്നുണ്ടോ? കർത്താവ് ഈ ഗലീലയിലേക്കായിരുന്നു. ഗലീലയിൽ നിന്നാണ് വന്നത്. യേശു സ്നാനപ്പെട്ടപ്പോൾ, ആത്മനിറവ് വന്നപ്പോൾ, ഹോളി സ്പിരിറ്റ് ഇറങ്ങി വന്നപ്പോൾ കർത്താവ് ഗലീലയിലേക്ക് തന്നെയാണ് ആത്മാവ് നടത്തേണ്ടത്. പക്ഷെ മരുഭൂമിയിലേക്കാണ് പരിശുദ്ധാത്മാവ് കർത്താവിനെ നടത്തിയത്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, യേശു കർത്താവ് ദൈവപുത്രനായിരിക്കെ, പരിശുദ്ധാത്മാവിൽ ജനിച്ചിരിക്കെ, പാപം അവനിൽ ഒട്ടുമില്ലെന്ന് എഴുതിയിരിക്കുന്നു. അവനിൽ പാപത്തിന്റെ ചിന്തകളോ ഇമോഷൻസോ നെഗറ്റീവ് എമോഷൻസോ ഇല്ലാതിരിക്കെ, പാപത്തിന്റെ ശരീരം അല്ലാതിരിക്കെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും ക്രിസ്തുവിന് അനിവാര്യമായിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും എത്രയധികമായി. ആമേൻ പറ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഹോളി സ്പിരിറ്റിന്റെ അനോയിന്റിങ്, അഭിഷേകം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്തു പരിപൂർണതയിലും പെർഫെക്ഷനിലും സഭയെത്തും. ആ സഭയുടെ പൂർണ്ണ അധികാരത്തിന്റെ അകത്ത് ഈ ഭൂമിയിൽ സഭ ഭരിക്കും യേശു കർത്താവിന്റെ വരവിന് മുമ്പ്. ആമേൻ. സഭ വാഴാൻ തുടങ്ങും. സഭയുടെ മേൽ വലിയൊരു അധികാരം ദൈവം കൈമാറിയിട്ടുണ്ട്. സഭയ്ക്കൊരു നിറവുണ്ട്. ആ ദൈവികമായ പ്രസൻസിന്റെ അകത്തൊരു നിറവുണ്ട്. അങ്ങനെ പറഞ്ഞു വിടുക. അപ്പൊ കർത്താവിനെ മരുഭൂമിയിലേക്ക് ആത്മാവ് നടത്തി. ഇനി ഒരു കാര്യം കൂടെ അതിനോട് ചേർന്ന് ഞാൻ ചേർത്ത് വെക്കുന്നു. യേശു കർത്താവിനെ ഗലീലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത്, ശരിക്കും നമ്മൾ ദൈവാത്മാവ് നമ്മളിൽ ഉണ്ടോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കാൻ കഴിയും? നമുക്ക് ഏറ്റവും പെട്ടെന്ന് വരുന്ന, അനായാസം പറയാൻ കഴിയുന്ന ഒരു കാര്യം അന്യഭാഷയാണ്. ഹലോ, അന്യഭാഷ ഞങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുണ്ട്? പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട്. പണ്ടൊരു അമ്മ പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു വെളിപ്പാട് കാണുന്നുണ്ട്. അപ്പം ഈ അന്യഭാഷ പറയുന്നത് കൊണ്ട് എന്താണ്? നമ്മുടെ ഉള്ളിൽ അഭിഷേകമുണ്ട്, നമ്മൾ വിശ്വസിക്കും. പിന്നെ ബൈബിളിൽ ഏറ്റവും കൂടുതൽ വലിയ തെളിവ്, ആത്മാവിനാൽ അല്ലാതെ യേശുവിനെ കർത്താവെന്നും അബ്ബാ പിതാവ് എന്നും വിളിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് അതിന്റെ നിറവും നിയന്ത്രണവും ശക്തിയും ഇതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ നമ്മൾ പ്രവചനം കേട്ടോണ്ടിരുന്നിട്ട്, ഞാൻ പ്രവചനത്തിനെതിരല്ല, ദൈവം പറയുന്ന ദൂതുകൾ ഞാനും പറയും. പ്രവചനം കേട്ടോണ്ടിരുന്നിട്ട് എല്ലാ ഉപവാസത്തിലും അറ്റൻഡ് ചെയ്തിട്ട് നമ്മുടെ ഒരേ ലെവലിൽ പോയിട്ട് കാര്യമില്ല.
ദൈവം നമ്മുടെ മേൽ വലിയൊരു പദ്ധതി വെച്ചിട്ടുണ്ട്, വലിയൊരു പർപ്പസ് വെച്ചിട്ടുണ്ട്, വലിയ പരിധിയില്ലാത്ത ഒരു ഉയർച്ച, ശുശ്രൂഷ, അനുഗ്രഹം വെച്ചിട്ടുണ്ട്. ദൈവദാസിമാർ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിസ്ട്രിയേക്കാൾ ഇപ്പോൾ ഫേമസ് ആയ, ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ ഫേമസ് ആകാൻ വേണ്ടി നമ്മൾ അഭിഷേകം പ്രാപിക്കരുത്, ഫേമസ് ആകാൻ വേണ്ടി ആഗ്രഹിക്കരുത്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ജനത്തിന്റെ വിടുതല. അപ്പൊ തന്നെ ഫേമസ് ആയിക്കോളും. ആമേൻ പറ. നമ്മുടെ സഭ വളരുമ്പോൾ തന്നെ ഫേമസ് ആകും. ഫേമസ് ആകാൻ വേണ്ടി നമ്മൾ ഉപവസിക്കണ്ട, അല്ലെ? അപ്പോ ഈ അഭിഷേകത്തിന്റെ നിറവും ശക്തിയും നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അത് നമ്മൾ വിവേചിക്കണം, അത് നമ്മൾ പരിശോധിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത റേഞ്ചിൽ, അടുത്ത ലെവലിലേക്ക് നമുക്ക് കയറാൻ കഴിയും. എനിക്കറിയാം ഇന്ന് രാത്രി ഇതൊരു ക്ലാസ് അല്ലെന്ന്, എങ്കിലും പറയുന്ന ദൈവശബ്ദങ്ങൾ ആ നിലവാരത്തിൽ ഞാൻ കൈമാറുകയാണ്. സന്തോഷമാണ്. കരമുയർത്തിയൊരു നല്ല ഹാലലൂയ പറ. ഹാലലൂയ. എന്താണ് ഇവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, യേശു കർത്താവ് സ്വന്തം വീട്ടിൽ നിന്നും ഈ ഗലീലയിൽ നിന്നും എവിടെ വന്നു? യോർദാനി വന്നു. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിൽ പോയാൽ, മാർക്കറ്റിൽ പോയാൽ, നിങ്ങൾ ഒരു റിലേറ്റീവിന്റെ ഭവനത്തിൽ പോയാൽ, നിങ്ങളോട് ആരും പറയേണ്ട കാര്യമില്ല തിരിച്ചു വീട്ടിൽ പോകാൻ. ചിലപ്പോൾ 2-3 ദിവസം കൂടി പോയാൽ ചിലപ്പോൾ ആ വീട്ടുകാർ പറയുമായിരിക്കും, അല്ലെ? പോയില്ലെങ്കിൽ അവര് പറയുമായിരിക്കും. നമ്മളോട് ആരും പറയേണ്ട കാര്യമില്ല സ്വന്തം വീട്ടിൽ എന്ത് ചെയ്യാൻ, പോകാൻ. അത് നമ്മുടെ അറിവാണ്, നമ്മുടെ മൈൻഡ് സെറ്റാണ്. ഞാൻ പറയുന്നത് എന്റെ കൂടെ വരുന്നുണ്ടോ? യോർദാനിൽ വന്ന് ആത്മാവ് വന്നതിന് ശേഷം യേശു കർത്താവിനെ ഗലീലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് പറയേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാം ദൈവാത്മാവ് നടത്തുന്നതാണെന്ന് വിശ്വസിക്കല്ലേ? പോയല്ലോ. ആമേൻ. എല്ലാം നമ്മുടെ ബുദ്ധി സംസാരിക്കാറുണ്ട്, നമ്മുടെ ബുദ്ധി നിയന്ത്രിക്കാറുണ്ട്. സ്വന്തം വീട്ടിൽ തിരിച്ചു പോകാൻ പരിശുദ്ധാത്മാവ് പറയേണ്ട കാര്യമില്ല, പരിശുദ്ധാത്മാവ് നടത്തേണ്ട കാര്യമില്ല. എന്നാൽ നമ്മളെ എങ്ങനെയാണ്, നമ്മുടെ ഉള്ളിൽ ആത്മശക്തിയും നിറവും ആത്മശക്തിയും ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 14-15. ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകും. ഒരു സ്തോത്രം പറയാമോ? ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകും. ഞാൻ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാര് പറയാറുണ്ട്, നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിന് ഒരു ദൈവിക നടത്തിപ്പുണ്ടായിരുന്നു. നമുക്കൊരു കൂട്ടായ്മയുണ്ട്, നമുക്കൊരു ദൈവിക നടത്തിപ്പുണ്ട്. ഇവിടെ പറയുന്ന ഒരു സഭായകം ഇന്ന് ദൈവിക നടത്തിപ്പായിരുന്നു. ഇവിടെ പറയുന്ന ഈ നടത്തിപ്പ്, ലീഡിങ് അതല്ല. സന്തോഷമാണ്. രാമൻ പറ. കർത്താവ് ഇവിടെ പറയുന്ന വചനം, ഇവിടെ പറയുന്ന ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാ. അപ്പൊ ഈ സൂമിൽ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? ഞാൻ ഉൾപ്പെടെ 58 ഡിവൈസ് ഉണ്ട്. ഈ 58 ഡിവൈസിലുള്ള ദൈവദാസന്മാരെ, ദൈവമക്കളെ ദൈവാത്മാവ് നടത്തിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? വീടുകൾക്കകത്ത് എന്തെങ്കിലും കലഹം ഉണ്ടാവും? സഭയ്ക്കകത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടാവും? ഉള്ള സ്വത്രം എല്ലാം പോയല്ലോ. വലിയ ക്രൂസൈഡും വലിയ മീറ്റിങ്ങും വലിയ വിഷയങ്ങളുമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്താണ് കാരണം? വ്യക്തിപരമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളിൽ ഒരാത്മനിയന്ത്രണം ഉണ്ടായി തുടങ്ങും. ആമേൻ പറ. എനിക്കും നിങ്ങൾക്കും ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടായി തുടങ്ങും. ആ സെൽഫ് കൺട്രോൾ ഉണ്ടാകാത്തോടത്തോളം കാലം ഞങ്ങൾ അഭിഷേകത്തിന്റെ നിറവിനെ എത്ര മണിക്കൂർ അന്യഭാഷ പറഞ്ഞാലും, ഇന്ന് രാത്രി നിങ്ങൾ എന്നോട് പിണങ്ങിയാലും കുഴപ്പമില്ല, എത്ര മണിക്കൂറുകൾ അന്യഭാഷ പറഞ്ഞാലും, എത്ര മണിക്കൂർ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ വായിച്ചാലും, നിങ്ങൾക്ക് നെഗറ്റീവ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്യല്ല, പരിശുദ്ധാത്മാവിൽ കൺട്രോൾ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതിനെ ദൈവിക നടത്തിപ്പെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു കൂട്ടായ്മയുടെ ഭാഗവാക്കായി, ഒരു ഫെലോഷിപ്പിനകത്ത് സഭ ഏതുമായിക്കോട്ടെ, ഏത് ചർച്ച, ഏത് ഡിനോമിനേഷനും ആയിക്കോട്ടെ, പക്ഷേ ഏത് ഡിനോമിനേഷനിൽ പോയാലും
വ്യക്തിപരമായി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണവും നടത്തിപ്പും ലീഡിങ്ങും, തെറ്റെന്താണ് ശരി എന്താണ്, ഏത് വഴി പോകണം, ഈ ശബ്ദം നമ്മൾ നിരന്തരമായി ലീഡ് ചെയ്യുക. ഒരു വ്യക്തിയെ, ഒരു വ്യക്തിത്വത്തെ കൺട്രോൾ ചെയ്യുക. ഒന്നുകൂടി ഞാൻ പറയാം, ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത, സ്തോത്രം, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഒത്തിരി ഒരുപാട് പ്രയോറിറ്റി കൊടുത്ത്, ഒരുപാട് ടൈം കൊടുത്ത്, ഒരുപാട് ഇമ്പോർട്ടന്റ് കൊടുത്ത് നമ്മൾ ഒരാൾക്ക് വേണ്ടി നിന്നാൽ, അവര് കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു നെഗറ്റീവ് വന്നാൽ അവര് നിങ്ങളെ ഇട്ടേച്ച് പോകും. വീണ്ടുന്നില്ലല്ലോ. നിങ്ങളുടെ സാമ്പത്തികം അനുഭവിച്ചവരാകാം, നിങ്ങൾ സമയം കൊടുത്തവരാ, നിങ്ങൾ ഒത്തിരി പ്രയോറിറ്റി കൊടുത്തവരാ, ഇമ്പോർട്ടന്റ് കൊടുത്തവരാകാം, ഒത്തിരി സ്നേഹിച്ചവരാകാം. പക്ഷെ നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് ഇഷ്ടം കാണും, സ്നേഹം കാണും. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ജസ്റ്റ് ഒരു വാക്കായിരിക്കും, ഒരു നെഗറ്റീവ് വന്നാൽ ആ വ്യക്തി നിങ്ങളെ ഇട്ടേച്ചു പോകും. എന്നാൽ ദൈവാത്മാവിനെ കുറിച്ച് യേശു കർത്താവിന്റെ ക്യാരക്ടറും കണ്ടോ, കർത്താവ് എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും ഇട്ടേച്ചു പോകത്തില്ല. പക്ഷേ ആ നെഗറ്റീവിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. ആമേൻ പറയാവോ? സ്നേഹിച്ച് ആ നെഗറ്റീവിൽ നമ്മളെ പുറത്തു കൊണ്ടുവരും. അതിന് സന്തോഷമുണ്ടോ? അല്ലേലിയോ പറ. അല്ലെ? അതുകൊണ്ടല്ലേ ചില ഭാര്യമാര് പറയുന്നത്, ഇത് എന്നാ സ്വഭാവമാണ്, കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. കരമുയർത്തണ്ട, സ്വോത്രം പറഞ്ഞാൽ മതി. അല്ലെ? ഭയങ്കര പ്രസംഗമൊക്കെ, പക്ഷെ എന്നാ ദേഷ്യമാ. അപ്പൊ ഒരു ഒന്നാമതായിട്ട് ജീവിതം തുടങ്ങുന്ന ഒരു എക്സ്പെക്ടേഷനോട് കൂടെ, ആ പ്രതീക്ഷിച്ചത് ജീവിതത്തിൽ നടക്കാതിരിക്കുമ്പോൾ നിരാശയിലേക്ക് പോകും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടർ സ്വഭാവങ്ങളാണെങ്കിൽ പതിയെ ഡിസപ്പോയിന്റഡ് ആയി, ഡീപ്പായ നിരാശയിലേക്ക് പോയി ഡിവോഴ്സ് ആയി പോകും. എന്നാൽ യേശു കർത്താവ് എന്താ ചെയ്യുന്നത്? നമ്മുടെ നെഗറ്റീവിനെ സപ്പോർട്ട് ചെയ്യാതെ നമ്മുടെ കൂടെ നിന്ന് പരിശുദ്ധാത്മാവിനാൽ അതിനെ ബോധ്യം വരുത്തി നമ്മളെ കൂടെ കൊണ്ടുവന്ന് ക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ എത്തിക്കും. ഒരിക്കലും അവൻ ഇട്ടേച്ചു പോകുന്നില്ല. കാരണം അൺകണ്ടീഷൻ ലവ് ആണ്. കർത്താവ് കണ്ടീഷൻ വെച്ചിട്ടല്ല സ്നേഹിച്ചു തുടങ്ങിയത്. ഒരു നല്ല ആമേൻ പറയാം. ഇപ്പൊ എന്താണ് ഈ ദൈവിക നടത്തിപ്പ്, ദൈവാത്മാവിൽ നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ഞാൻ വിശദീകരിക്കുന്നില്ല. അഭിഷേകം ചെയ്യപ്പെട്ടതിന്റെ ഉദ്ദേശത്തിൽ എത്താൻ കഴിയാത്ത തടസ്സങ്ങളെ ഇന്ന് രാത്രി വെട്ടാൻ പോവുക, അതാണ് നമ്മുടെ വിഷയം. പക്ഷേ എന്താണ് പരിശുദ്ധാത്മാവിൽ നടത്തിപ്പെന്നൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അത് ചിന്തിക്കണമെങ്കിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഒന്ന് രത്നചുരുക്കമായി ഒന്ന് ചിന്തിക്കണം. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17-ാമത്തെ വാക്യം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായ്കയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ആമേൻ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ലോകം അവനെ അറിയുകയോ അവനെ അറിയുകയോ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവനെ ലഭിക്കുന്നില്ല. അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവനെ ലഭിക്കുന്നില്ല. എന്നാൽ അവൻ, ഹി ഇൻസൈഡ് ഓഫ് യു, അവൻ നിങ്ങളിലിരിക്കുകയുണ്ട്, നിങ്ങൾക്ക് അവനെ അറിയാം. കരമുയർത്തിന് നല്ല ആമേൻ പറ. എന്റെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് വന്നപ്പോ എനിക്ക് മനസ്സിലായത് അന്യഭാഷ കിട്ടിയെന്ന് മാത്രമല്ല, എന്റെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് വന്നപ്പോ എനിക്ക് മനസ്സിലായത് ഭൂതത്തിന്മേൽ അധികാരം ഉണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റിന്റെ അഭിഷേകം വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് മറ്റേതോ ഒരു വ്യക്തിയാൽ നമ്മൾ കൺട്രോൾ ചെയ്യപ്പെടുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഇന്നലെ വരെയുള്ള ലൈഫ് സ്റ്റൈലിന് കംപ്ലീറ്റ് അങ്ങ് ചേഞ്ച് വരിക. നിങ്ങൾ ഈ വാക്യം കണ്ടിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ പഴയ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന, നിങ്ങളുടെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, നിങ്ങളുടെ നടപ്പ് സംബന്ധിച്ച്. ഇപ്പൊ ഒരാൾ പറയും, എനിക്ക് ഈ ലൈഫ് ഒന്ന് ചേഞ്ച് ആകണം. അങ്ങനെ പറയാത്തതിനായി ഞാൻ സ്തോത്രം ചെയ്യും. എന്റെ ലൈഫിൽ ഒരു വ്യത്യാസം വരണം, ഒരു രൂപാന്തരം വരണം.
എനിക്ക് ഇങ്ങനൊന്നും പോയാൽ പറ്റത്തില്ല. ഞാൻ ആ അഭിഷേകത്തെ കുറിച്ച് മാത്രമല്ല, എന്റെ ക്യാരക്ടറിന്, എന്റെ സ്വഭാവത്തിന്, എന്റെ രീതികൾക്ക് ഒക്കെ ചേഞ്ച് വരണം. എന്റെ ജീവിതത്തിൽ ഒരു പാവമുണ്ട്, ജയിക്കാൻ പറ്റാത്തൊരു പാവമുണ്ട്. ഇതിനെ ജയിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ ജയിക്കത്തില്ല. എന്താ ആദ്യം തീരുമാനം എടുക്കേണ്ട? ആദ്യത്തെ നടപ്പ്, ലൈഫ് സ്റ്റൈല്. ആദ്യം എങ്ങനായിരുന്നു? നമ്മൾ ആദ്യം രാവിലെ എഴുന്നേക്കുന്നു, ഫോൺ നോക്കുന്നു, വാട്സപ്പ് നോക്കുന്നു, റീൽസിലോട്ട് പോകുന്നു, യൂട്യൂബ് നോക്കുന്നു, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ട് ബൈബിൾ വായിക്കുന്നു. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈല്, ആദ്യത്തെ നടപ്പ് ചേഞ്ച് ആകുമ്പോൾ അവിടെ മുതൽ പഴയ മനുഷ്യനെ ജയിക്കാൻ കഴിയും. നിങ്ങളുടെ നടപ്പ് സംബന്ധിച്ച് വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, അപ്പൊ പഴയ മനുഷ്യനെ ആദ്യം ഉപേക്ഷിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവിത ശൈലികൾ ചേഞ്ച് ആകണം. അങ്ങനെ ജീവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. അങ്ങനെ ജീവിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള ദൈവാത്മാവിനെ അറിയാൻ പറ്റും. അപ്പൊ ഒരാള് പ്രാർത്ഥിക്കുമ്പോൾ, ഒരാള് വെളിപ്പാട് കാണുന്നു, പ്രവചിക്കുന്നു, ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നു, പ്രസംഗിക്കുന്നു, ഇതുകൊണ്ട് തീരുന്നതല്ല അഭിഷേകം. ആമേൻ പറയാവോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റിന്റെ നിറവും ഹോളി സ്പിരിറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണാലിറ്റിയെ, ആ വ്യക്തിത്വത്തെ, ഹോളി സ്പിരിറ്റിന്റെ ക്യാരക്ടർ എന്താണ്, അവൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അയ്യോ, ഞങ്ങൾ മോഷ്ടിച്ചില്ലല്ലോ, ഞങ്ങൾ വ്യഭിചാരം ചെയ്തില്ലല്ലോ, ഞങ്ങൾ കൊലപാതകം ചെയ്തില്ലല്ലോ, 10 കൽപ്പന ലംഘിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നേ? എന്ത് പറഞ്ഞിട്ട് അവിടെ എഴുതിയേക്കുന്നത് അറിയാവോ? ഒരു അശുദ്ധിയെ കുറിച്ച് പേര് പറയുക പോലും ചെയ്യരുത്. അപ്പൊ എന്ത് നമ്മൾ ഈ നമ്മൾ നിസാരമായി കളയുന്ന കാര്യം പോലും ദൈവാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുക. ചിലര് പറയും 30 വർഷമായി ഞാൻ അവരോട് ക്ഷമിച്ചു, പക്ഷെ ഞാൻ അവരോട് മിണ്ടുന്നില്ലെന്ന്. ഞാൻ ക്ഷമിച്ചു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? മിണ്ടുന്നില്ല. അല്ലെ? ഞാൻ കഴിഞ്ഞ പകലിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഒരു വചനം പറഞ്ഞു. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞ ദൈവം തന്നെ പറയുന്നു, നിന്റെ സഹോദരനെ മൂടാ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പൊ ദൈവം നമ്മളൊരു കാറ്റഗറി കൽപ്പനയ്ക്ക്, വാചനത്തിന് വെച്ചിട്ടുണ്ട്, ഒരു കാറ്റഗറി വെച്ചിട്ടുണ്ട്. മദ്യപാനിയെ കണ്ടാൽ ഭയങ്കര മദ്യപാനിയാ, കൊടും പാവിയാ, ഈ ലോകത്തെ പാപം ചെയ്യുന്ന വലിയ പാവിയാ. പക്ഷെ അടുത്തിരിക്കുന്ന സഹോദരനെ മൂടാ എന്ന് കണ്ടാൽ, ആ വ്യഭിചാരം ചെയ്യുന്നവൻ മാത്രം അഗ്നിനരകത്തിൽ പോകുന്നല്ല പറഞ്ഞേ, മോഷ്ടിക്കുന്നവൻ മാത്രം പോകുന്നല്ല പറഞ്ഞേ, കള്ളസാക്ഷ്യം പറയുന്ന പോകുന്നല്ല, സഹോദരനെ മൂടാ എന്ന് വിളിക്കുന്നവൻ അഗ്നിനരകത്തിൽ പോകും. അതിന് എത്ര സിൻസിയറായി ആ വാക്യത്തെ നമ്മൾ എടുക്കുന്നു, എത്ര ഗൗരവത്തോടെ അതിനെ കാണുന്നു. അത് നമ്മൾ ലംഘിച്ചാൽ, ഇങ്ങനെ ആ ഒരു ഉദാഹരണം പറഞ്ഞെങ്കിലും പല പല കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഒരു വിശ്വാസിയുടെ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളെ നെഗറ്റീവ് എന്നും പറയുക, അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോഴൊക്കെ ഗോസിപ്പുകൾ മറ്റുള്ളവർ പറയുക, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെ വിമർശിക്കുക, ഇതെല്ലാം ഹോളി സ്പിരിറ്റിനെ ദുഃഖിപ്പിക്കുക. ആ ദുഃഖം നമ്മുടെ കാതുകളിൽ, ഹൃദയത്തിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. എന്റെ അകത്ത് സഭയെ നോക്കി, ദേശത്തെ നോക്കി, പട്ടണത്തെ നോക്കി, രാജ്യത്തെ നോക്കി എന്തോ ഒരു പെയിൻ ഉണ്ടാകുന്നെങ്കിൽ ചിന്തിച്ചോ, നിങ്ങളുടെ ഉള്ളിലുള്ള ഹോളി സ്പിരിറ്റിനെ നിങ്ങൾ അറിഞ്ഞു തുടങ്ങുക. ബൈബിൾ അതുകൊണ്ട് യേശു പറയുകയാണ്, അവൻ നിങ്ങളിൽ ഇരിക്കുകൊണ്ട് നിങ്ങൾക്ക് അവനെ അറിയാം. അല്ലെ? ചില കുട്ടികൾ പറയത്തില്ല, എന്റെ അപ്പൻ ഇങ്ങനത്തെ സ്വഭാവ, അയ്യോ അപ്പൻ അറിയരുത്, പപ്പയെ അറിയരുത്, ഭയങ്കര പേടിയാ. എന്താ? പപ്പയെ അറിയാം, പക്ഷെ മമ്മിയോടൊന്ന് പറഞ്ഞ പ്രശ്നമില്ല, മമ്മി പാവമാണെന്നാ അവര് പറയുന്നത്. കാരണം എന്താ? മമ്മിയെ അറിയാം. അവൻ നിങ്ങളിൽ ഇരിക്കുകൊണ്ട് നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന്, നിങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് മാനിഫെസ്റ്റ് ആയി വരുന്ന ഒരു ആത്മതലത്തിലകത്ത് ഈ ദിവസങ്ങളിൽ സഭ എത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി സന്തോഷം നല്ല ഹല്ലേലൂയ പറയാം. ഈ രാത്രി നിങ്ങളുടെ ഉള്ളിലുള്ള അഭിഷേകം മാനിഫെസ്റ്റ് ആയിട്ട് ഒരു ഓവർഫ്ലോ പോലെ ആയിട്ട്, ആദ്യം സഭയ്ക്കകത്തല്ല, വീടിന്റെ അകത്ത്. കാരണം പിശാച് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് സഭയല്ല, വീടിനെയാണ്. വീടില്ലെങ്കിൽ, ഭവനമില്ലെങ്കിൽ വീടില്ല, ഫാമിലി ലൈഫ് ഇല്ലെങ്കിൽ സഭയില്ല. അല്ലെ? ഇയ്യോബിന്റെ ഭവനത്തിനകത്താണ് പിശാച് ടാർഗറ്റ് ചെയ്തത്. പിശാചിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവന്റെ അനുഗ്രഹം മുഴുവൻ നശിപ്പിക്കണം. രാമേ പറ. എല്ലാവരും പറയും ഇയ്യോബിന്റെ തലമുറകൾ മുഴുവൻ നഷ്ടമായെന്ന്.
ഞാൻ പറയുന്നു ഇയ്യോബിന്റെ ഒരു തലമുറയും നഷ്ടപ്പെട്ടില്ല. ഫിസിക്കലി ഇയ്യോബിന്റെ തലമുറകളെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ക്രിസ്തുവിൽ മരിക്കുന്ന ഏതൊരു ദൈവ പൈതലും സ്വർഗത്തിലുണ്ട്, നിത്യതയിലുണ്ട്. നഷ്ടപ്പെട്ടോ? ഇയ്യോബിന്റെ ഒരു തലമുറയും നഷ്ടപ്പെട്ടില്ല. പിശാചൻ നിനക്ക് തെറ്റി. ക്രിസ്തുവിലാണ് അവർ മരിച്ചതെങ്കിൽ, ക്രിസ്തുവിലാണ് അവർ നിത്യതയിൽ അവരുണ്ടെങ്കിൽ ആ ഫിസിക്കൽ മരണം ഒരു നഷ്ടമല്ല. ഇപ്പൊ ഇയ്യോബിനെ ഭൂമിയിൽ നഷ്ടപ്പെട്ടതും ദൈവം തിരിച്ചു കൊടുത്തു. ആദ്യത്തെ 10 തലമുറ എവിടുണ്ട്? നിത്യതയിലുണ്ട്. ഒരു നഷ്ടവും, ബാക്കി മുഴുവനും നഷ്ടപ്പെട്ടു. ദാസിദാസന്മാർ, സമ്പത്ത്, ആരോഗ്യം എല്ലാം നഷ്ടമായി. പക്ഷെ തലമുറ ഒന്നുപോലും നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇനിയും നമ്മള് ഇയ്യോബിന്റെ 10 തലമുറകൾ, ആദ്യത്തെ തലമുറകൾ നഷ്ടപ്പെട്ടത് പോയെന്ന് പറയരുത്. യഥാർത്ഥ നഷ്ടം ക്രിസ്തുവിൽ മരിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന നഷ്ടം. കരമുയർത്തി സന്തോഷമുള്ള രാമൻ പറ. അപ്പൊ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിൽ ലീഡ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമ്മുടെ ഉള്ളിലുള്ള ദൈവാത്മാവിനെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പറയട്ടെ, ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് കേവലം ഒരു വൈകാരിക തലമല്ല, ഒരു ഇമോഷൻസ് അല്ല. ഹീസ് എ പേഴ്സണൽ, ഹീസ് എ പേഴ്സൺ. അവരൊരു വ്യക്തിയാണ്. ആമേൻ. ആ വ്യക്തിയാണെന്നുള്ള ഒത്തിരി തെളിവുകളുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ്. അപ്പം വെറും ഒരു വൈകാരിക തലം, ഒരു വികാരം, നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇളക്കി, നമ്മളെ ഒന്ന് ഇമോഷൻ ആക്കി. ഇപ്പൊ ഞാൻ ഭയങ്കര വേദനയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രവാചകൻ പറയുക, ഭാരപ്പെടണ്ട, അടുത്ത വഴി ദൈവം തുറക്കാൻ പറയും. അപ്പൊ ഞാൻ ഇമോഷൻ ആകും. ഞാൻ ഭയങ്കര ഇമോഷനായി, എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. അല്ലെങ്കിൽ എന്റെ അയൽക്കാരൻ എനിക്ക് വേണ്ടി ആവചനം ചെയ്തു, ഒരു ദൈവദാസൻ പറയുക, അവരെ ദൈവം വെട്ടാൻ പോവാ, ഞാൻ ഇമോഷൻ ആകും. അയ്യോ, എന്നെ തകർക്കാൻ ശ്രമിച്ചവർ എന്ത് ചെയ്തു? നമ്മുടെ ആ ജഡം അവിടെ പൊങ്ങുന്ന, അത് പരിശുദ്ധാത്മാവല്ല. നമ്മൾ ഇമോഷണലി കൈയടിച്ച് ആരാധിക്കും. പക്ഷേ ആത്മനിറവിലുമുള്ള ആരാധനയുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആത്മനിറവിലുള്ള ആരാധനയാണെങ്കിൽ അവൻ നാൾക്ക് നാൾ പൗലോസ് ശക്തിയിലും കൃപയിലും വർദ്ധിച്ചു വന്നു. ഒരു നല്ല ആമേൻ പറയാവോ? ഇന്ന് രാത്രി നിങ്ങൾ ആത്മീയ അഭിഷേകത്തിനകത്തുള്ള ആരാധനയിലാണ് നിൽക്കുന്നതെങ്കിൽ അവൻ താഴേക്ക് പോകത്തില്ല. ആത്മശക്തി നിങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ ശക്തി കൊടുത്ത് പ്രാർത്ഥിച്ചോ. നിങ്ങളിലുള്ള കൃപയും ശക്തിയും ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. കൃപയിലും ശക്തിയിലും വർദ്ധിച്ചു വരാൻ പോകുകയാണ്. അപ്പോ ഹോളി സ്പിരിറ്റ് എന്ന വ്യക്തിയെ, ദൈവത്തെ നമുക്ക് അടുത്ത് ഡീപ്പായിട്ട് അവൻ നമ്മളെ കുറിച്ച് എന്തൊക്കെ ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിലെ പാവങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ജയിക്കേണ്ട മേഖലകൾ എന്തൊക്കെയാണ്, നമ്മുടെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ അറിയും, നമ്മളെ കുറിച്ച് അറിയും. നമ്മുടെ ഐഡന്റിറ്റി ദൈവാത്മാവ് വെളിപ്പെടുത്തും, നമ്മുടെ അധികാരത്തെ വെളിപ്പെടുത്തും. ഒരാമേൻ പറ. ആ വ്യക്തിയെ അടുത്ത് അറിയുന്നു. കാരണം അവൻ നിങ്ങളിൽ ഇരിക്കുന്നു, അവൻ നിങ്ങളിൽ വസിക്കുന്നു, അവൻ നിങ്ങളോട് കൂടെ നടക്കുന്നു. ഒരു ദിവസം 1 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് പിറ്റേ ദിവസം 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങിപ്പോവാ. ഭാരപ്പെടേണ്ടെന്ന്. ഹോളി സ്പിരിറ്റ് എങ്ങും പോയിട്ടില്ല. ഇത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ്. പിശാച് പറയും, നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു, അയ്യോ ചെറിയൊരു പരാജയം സംഭവിച്ചു. പിശാച് പറയും, ഈ പരാജയത്തിലൂടെ നീ തീർന്നു. ഇല്ല, വയ്യ എന്ന് പറഞ്ഞ് മരിച്ചാ മതി എന്ന് പറഞ്ഞ് ചൂളച്ചെഴു തണലിൽ കിടക്കുമ്പോൾ ദൈവം പറയാ, കുഞ്ഞെ, നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെ അഭിഷേകം ഇപ്പോഴും യേഹൂവിന്റെ മേൽ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുന്നു. ഇനി ഒരു മുന്നേറ്റമില്ലെന്ന് ചിന്തിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ചിലത് ദൈവം തുടങ്ങാൻ പോകുകയാണ്. നിന്റെ അഭിഷേകം എങ്ങും പോയിട്ടില്ല. അത് തിരിച്ചുപിടി. അതിന് കുറവ് വരും, ഏറ്റക്കുറച്ചിൽ വരും. ഇന്ന് രാത്രി അഭിഷേകത്തിൽ വളരണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കൾ മാത്രം കരമുയർത്തി നല്ല ആമേൻ പറ. അപ്പൊ ഒന്ന്, ദൈവാത്മാവ് നമ്മളിൽ ഉണ്ട് എന്ന്, ആ നിറവ് നമ്മളുണ്ടെന്ന്, ആ വ്യക്തി ആ ദൈവം നമ്മളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്യഭാഷ കൊണ്ട് മാത്രമല്ല, കൃപാവരം കൊണ്ട് മാത്രമല്ല, ആ ആത്മാവിനെ നമുക്ക് അടുത്തറിയാൻ പറ്റും. അടുത്തറിയുക എന്ന് പറഞ്ഞാൽ ആ ആത്മാവിന് ഇഷ്ടമല്ലാത്തതൊക്കെ നമുക്ക് വെറുപ്പായി തുടങ്ങും. അത് കൺട്രോൾ ചെയ്യപ്പെടാൻ തുടങ്ങും. നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസുകൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഉപവാസം കൊണ്ടോ അല്ല. ഞാൻ എന്റെ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ, ദേഷ്യമൊക്കെ മാറാൻ വേണ്ടി 21 ദിവസം ഉപവസിച്ചാൽ ഒന്നും കയ്യും കണക്കുമില്ല. ഉപവസിക്കും തോറും പരാജയപ്പെട്ടു പോരാൻ ദൈവാത്മാവിനോട് പറഞ്ഞു, എന്റെ അഭിഷേകം നിന്റെ മേൽ വരാതെ ഞാൻ നിന്നെ സഹായിക്കാതെ. അതുകൊണ്ടല്ലേ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഹീസ് എ ഹെൽപ്പർ. അവൻ സഹായകനാണ്.
നാം ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിച്ചാൽ, ഒറ്റയ്ക്ക് ജയിക്കാൻ ശ്രമിച്ചാൽ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിന് സറണ്ടർ ആകുക, പരിശുദ്ധാത്മാവിന് എറിഞ്ഞു കൊടുക്കുക, പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. അവൻ നമ്മളെ സഹായിക്കാൻ തുടങ്ങിയ എല്ലായിടത്തും ജയിച്ചുകൊണ്ടേയിരിക്കും. നല്ല ആമേൻ പറ. ഇന്ന് രാത്രി ഏതൊക്കെയോ നെഗറ്റീവ് ഇമോഷൻസുകൾ ദൈവം ബ്രേക്ക് ചെയ്യാൻ പോകുകയാണ്. ഏതൊക്കെയോ നെഗറ്റീവ് ഇമോഷൻസിന്റെ സ്പിരിറ്റുകളെ ചില കുടുംബങ്ങൾക്കകത്തും സ്വർഗം അഴിച്ചു കളയാൻ പോകുകയാണ്. ഉടവലവരവ ശബ്ദലഘടക ജനഘടക പരിശ്രമങ്ങൾ പരാജയങ്ങളായി നിരാശപ്പെട്ട് കിടക്കുന്ന ചില വ്യക്തികളെ നോക്കി ദൈവാത്മ പറയുന്നു, എന്റെ ശക്തി കൊണ്ട് ഞാൻ നിന്നെ ഫില്ല് ചെയ്യും, എന്റെ ശക്തി കൊണ്ട് ഞാൻ നിന്നെ നിറയ്ക്കും. ഇനി നീ ആ വിഷയത്തിൽ പരാജയത്തിലേക്ക് പോകത്തില്ല. ലോകം വെച്ചിരിക്കുന്ന ലേവലുകൾ ദൈവശക്തിയാൽ, ആത്മശക്തിയാൽ ഞാൻ പൊട്ടിച്ചു കളയും. നീ കാണത്തില്ലെന്ന് പറഞ്ഞ വാഗ്ദത്തം, നീ കേറത്തില്ലെന്ന് പറഞ്ഞ രാജ്യം, നീ പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞ കൃപാവരങ്ങൾ, നിന്നിലൂടെ പ്രൊഡ്യൂസ് ആകത്തില്ലെന്ന് പറഞ്ഞ അഭിഷേകം, ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ ദൈവശക്തി ഇറങ്ങി ചിലത് പൊട്ടുമ്പോൾ നീ റിലീസായി വരാൻ പോകാം. കമലഘടക ജനഘടക. വിശ്വസിക്കുന്ന ദൈവമക്കൾ 1-2 മിനിറ്റുകൾ അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവചിച്ചു പറയുന്നു, ആത്മാവ് ചിലരെ സഹായിക്കാൻ ഇറങ്ങി വരാൻ പോകുകയാ. ഓ റീബാല ഷദന ദുരവനഘടക ശമനഘടക രഹസ്യ. ഏത് വിഷയത്തിനകത്ത് ലോക്കായി കിടക്കുന്നു, ഏത് വിഷയത്തിനകത്ത് പരാജയപ്പെട്ട് കിടക്കുന്നു, അതിനകത്ത് ആത്മശക്തിയുടെ ആ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ആത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോകുകയാണ്. ദൈവാത്മാവിൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഹോളി സ്പിരിറ്റിന് നമുക്ക് അറിയാൻ പറ്റും. ആത്മാവിൽ നിന്നും വരാത്ത ചിന്തകൾ, തിങ്കിങ്ങുകൾ, നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ് ചിന്തകൾ, മറ്റുള്ളവരെ കുറിച്ചാകാം, നമ്മളെ കുറിച്ചാകാം, നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തെ കുറിച്ചാകാം, നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മൈൻഡിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല. നമ്മുടെ ഉള്ളിലുള്ള ദൈവാത്മാവ് പോസിറ്റീവാണ്. അതിന്റെ ജീവനും സമാധാനവും നൽകി. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ്. ജഡത്തിന്റെ ചിന്തയോ മരണമത്രേ. പിശാചിന്റെ ചിന്തയോ മരണത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നത്. ഒരു രോഗം വരുമ്പോ പിശാച് പറയും, ഈ രോഗം കൊണ്ട് നീ അവസാനിക്കും. പരിശുദ്ധാത്മാവിന്റെ ചിന്ത നമ്മളെ ഭരിക്കും, ഇല്ല, ഈ രോഗത്തിൽ നിന്നൊരു വിടുതലുണ്ടാകും, ഇതിനകത്തുനിന്നൊരു ജയം ഉണ്ടാകും, ഈ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ടാകും. ഇതാണ് ഹോളി സ്പിരിറ്റ് നമ്മളിൽ ഉണ്ടെന്നുള്ള തെളിവ്. ലീഡ് ചെയ്യപ്പെടുക, നയിക്കപ്പെടുക എന്നുള്ളത് തെളിവ്. അടുത്ത ഒരു കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ ദൂതിനകത്തേക്ക് കയറാൻ പോവുകയാണ്. അതിന്റെ 8-ാം അധ്യായത്തിന്റെ, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ? 13-ാമത്തെ വാക്യം, റോമാലേഖനം 8:13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ആമേൻ. ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് നമ്മളെ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുക. വ്യക്തിപരമായി ഹോളി സ്പിരിറ്റ് നമ്മളെ നടത്തുന്ന, ലീഡ് ചെയ്യുന്നതിനായി, നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ. യേശുവിനെ പരിശുദ്ധാത്മാവ് വന്ന് ഫില്ല് ചെയ്തിട്ട് അങ്ങ് പോകല്ലായിരുന്നു. ഒരു സവായം കഴിഞ്ഞിട്ട് ആത്മാവ് ചർച്ചിൽ നിന്ന് നമ്മൾ വീട്ടിലും പോകുന്നു, അല്ലേ? ഉള്ള സ്വത്രം എല്ലാം പോയല്ലോ. ഒരു സവായം കഴിഞ്ഞിട്ട്, ഇപ്പൊ ഈ ഉപവാസം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് ആകുമ്പോ ഈ മീറ്റിങ്ങിനകത്ത് ആത്മാവും നമ്മുടെ വീട്ടിൽ, അല്ലേ? അങ്ങനല്ല. ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ ഭയങ്കര ആരാധന, അഭിഷേകം, ശുശ്രൂഷ, നെഗറ്റീവ് ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടാണ് ഹോളി സ്പിരിറ്റ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പ്രൂഫ് ചെയ്യുന്നത്. ആമേൻ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഒത്തിരി അഭിഷേകത്തിലും ആരാധനയിലും നിന്നിട്ട് ഏതൊക്കെയോ നെഗറ്റീവ് സാഹചര്യങ്ങൾക്കകത്ത് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത നിലകളിൽ പിശാചിന്റെ ഫൈറ്റിംഗ് അനുഭവിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, നിങ്ങളെ ദൈവാത്മാവ് സഹായിക്കും. ആ ഇടത്ത് തന്നെ ദൈവം നിങ്ങളെ മാനിക്കും. ആ ഇടത്ത് തന്നെ ദൈവം നിങ്ങളെ ഉറപ്പിക്കും. ആ ഇടത്ത് തന്നെ ദൈവം നിങ്ങൾക്ക് ജയം തരും. മാറ്റി നിർത്തുന്നവരും റിജക്റ്റ് ചെയ്യുന്നവരും, നിങ്ങളുടെ അഭിഷേകത്തെ ചോദ്യം ചെയ്യുന്നവരും, നിങ്ങളുടെ ഉപവാസത്തിന് കുറ്റം പറയുന്നവരും ദൈവം അവിടെ തന്നെ മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നെഗറ്റീവ് എനർജിയേക്കാൾ ഭയങ്കര പവറാണ് നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകത്തിന്. വിശ്വാസമുണ്ട്? സ്വതന്ത്രം പറ. നിങ്ങളോട് പോരാടുന്ന പൈശാചിക പാരമ്പര്യ ശക്തികളെ, ദേശശക്തികളെക്കാൾ ഭയങ്കര പവറാണ് നിങ്ങളുടെ മേൽ പകർന്ന ദൈവശക്തിക്ക്. അതങ്ങോട്ട് തുറന്നു വിട്ടാൽ മതി, അതങ്ങോട്ട് ഓവർഫ്ലോ ആയാൽ മതി.
എവിടെ ചെന്നാലും അവിടെ ദൈവാത്മാവിന്റെ ജയം വെളിപ്പെടും. കരമുയർത്തി നല്ല ആമേൻ പറ. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം. ആത്മാവിനാൽ നാം നടത്തപ്പെടുക, ആത്മാവ് നമ്മളെ നടത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ ദിവസവും ഡെയിലി നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തികൾ ഹോളി സ്പിരിറ്റ് നിയന്ത്രിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു വിടുക. നമ്മുടെ വാക്കിന്, സംസാരത്തിന് ഒക്കെ പതിയെ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന്റെ കാര്യം അർത്ഥം ഒന്നും മിണ്ടാതെ ആരോടും മിണ്ടാതെ നടക്കുമെന്നല്ല. പണ്ട് പരീക്ഷന്മാർ ഇതുപോലെ ദൈവാത്മാവിന് ദുഃഖം വരുന്ന, ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് കോട്ടം വരുത്തുന്ന, അഭിഷേകം ചോർന്നു പോകുന്ന, പിശാചിന് നമ്മളെ ക്ലെയിം ചെയ്യാൻ അധികാരം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയോ വാക്കോ നമ്മളിൽ നിന്ന് വരാതെ നമ്മളെ സൂക്ഷിക്കുന്നത്, ആ ശരീരത്തെ മരപ്പിക്കുന്നത് ദൈവാത്മാവാണ്. അതിനെയാണ് ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെങ്കിലും ഒക്കെ ജീവിച്ചു തീർക്കുന്നതല്ല. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ രാത്രി ദൈവം പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക, ദൈവാത്മാവിനാൽ ലീഡ് ചെയ്യപ്പെടുക. അർത്ഥം ശരീരത്തിന്റെ പ്രവൃത്തികളെ, നെഗറ്റീവ് ഇമോഷൻസുകളെ ഈ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലിരുന്ന് കൊണ്ട് നിയന്ത്രിക്കുക. കാരണം കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ ഇത്ര വലിയ ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. വെളിച്ചമുള്ളിടത്ത് ഇരുള് നിൽക്കത്തില്ല, ഇരുൾ ഓടിപ്പോറും. യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇരുളിന് ആമേൻ വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല, പിടിച്ചിക്കത്തില്ല. അഥവാ ഇരുള് പിടിച്ചിട്ടുണ്ടെങ്കിൽ 3ാമത്തെ ദിവസം കല്ലറയ്ക്കകത്ത് ദൈവശക്തി ഇറങ്ങി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം കല്ലറയ്ക്കകത്ത് ഇറങ്ങി പുത്രന്റെ മരണപാശങ്ങളെ അടിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ സെയിം ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. തന്ത്രം ഉപയോഗിച്ച പിശാചിനെ നമ്മളെ ലോക്ക് ചെയ്യാൻ പറ്റൂ. ശരിയായ ദൈവാത്മാവിന്റെ നടത്തിപ്പിലും നിയന്ത്രണത്തിലും ഒരു ദൈവ പൈതലാണെങ്കിൽ പിശാചിനെ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല, നന്മയെ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ സമ്പത്ത് അപഹരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം ചെയ്യ ഷാമ റകാതാല റമാന ഷഗരഗ ഉദാമബബ റിഗനഗടക. ഇന്ന് രാത്രി എനിക്കറിയത്തില്ല, ദൈവദാസി ഈ ദൂത് പ്രവചിച്ച് ദൈവാത്മാവ് പറയുന്നു, ആമേൻ, വിശ്വസിക്കുന്ന ചിലരുടെ ശിരസിലേക്ക് ആമേൻ ഒരു ഡാം തുറന്നതുപോലെ അഭിഷേകം ഒഴുകാൻ പോവുകയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഈ 6ാമത്തെ രാത്രിയിൽ നിങ്ങൾ ആത്മശക്തിയുടെ ആഴങ്ങളെന്ന് അനുഭവിക്കാൻ പോകുകയാണ്. ഉടംജമ രകൽക്കമന റിഗടക ശകനഗതി അർദ്ധവ ലഗടക ശമനഗതരകസി. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ അഭിഷേകം ഒരു ഡാം തുറന്നതുപോലെ ഒരു ഓവർഫ്ലോ ഉണ്ടാകും ഈ രാത്രിയിൽ. പക്ഷെ ഇപ്പോ ചിലപ്പോ അത് മാനിഫെസ്റ്റ് ആകത്തില്ല. നിങ്ങൾ അടുത്ത യാത്രകളിൽ, നിങ്ങൾ അടുത്ത വേദി നിൽക്കുമ്പോൾ, അടുത്ത പ്രാർത്ഥനയിൽ നിങ്ങൾക്കറിയാൻ പറ്റും, എന്തോ സംതിങ് എന്റെ മേൽ വീണിട്ടുണ്ട്, എന്തോ ഒരു എനർജി എന്റെ മേൽ വന്നിട്ടുണ്ട്. അത് പിശാചിന് പിടിക്കാൻ കഴിയുന്നതല്ല. ഈ രാത്രി ഏതൊക്കെയോ കുടുംബങ്ങളെ നോക്കി ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, 10ഉം 12ഉം വർഷമായി ഏതൊക്കെ ഏരിയ പിശാചി ലോക്ക് ചെയ്തിട്ടിരിക്കുക. അവൻ നിന്റെ വീടിനകത്ത് കയറിയതിനൊരു തന്ത്രം അവൻ ഉപയോഗിച്ചു. നിന്റെ ബിസിനസ്സിനെ, നിന്റെ ആത്മീയ ജീവിതത്തെ, നിന്റെ ശുശ്രൂഷയെ, നിന്റെ ഫാമിലി ലൈഫിനെ അവൻ ലോക്ക് ചെയ്തിട്ട്, നിന്റെ പേഴ്സണൽ ലൈഫിനെ അവൻ ലോക്ക് ചെയ്തിട്ട്. പക്ഷെ അവൻ തന്ത്രം ഉപയോഗിച്ചാണ് നിന്റെ അകത്ത് കയറിയത്. എന്നാൽ ഈ രാത്രി ദൈവം പറയുന്നു, ആ തന്ത്രത്തിന്റെ കുരുക്ക് ദൈവം അഴിക്കാൻ പോകുകയാണ്. അടവളവടക ശമനഘടക ജലധരഘടക പ്രൗഢബലഘടക ദരകസി ഉടമന രഗത്തന വൈടക. പിശാചിന്റെ തന്ത്രം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. പിശാചിന്റെ തന്ത്രം നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ നമ്മൾ ഒത്തിരി കരയേണ്ടതായി വരും, ഒത്തിരി വേദനിക്കേണ്ടതായി വരും. കാരണം പിശാചിന്റെ തന്ത്രം എന്താണെന്ന് അറിയാമോ? അവൻ കേറുന്നവൻ ചിലപ്പോ ചില്ലറക്കാരനാകത്തില്ല. എനിക്ക് ഏറ്റവും വലിയ വിശ്വാസം അഭിഷേകത്തെക്കാൾ, ദൈവശക്തിയേക്കാൾ വലിയൊരു ശക്തി ലോകത്തില്ലെന്നാ. എങ്കിലും പിശാചിന്റെ കയ്യിൽ ഒരു വ്യക്തിയോ കുടുംബത്തെയോ കിട്ടിയാൽ അവൻ കേറുന്നവന്റെ പ്രത്യേകത നമ്മൾ അറിയണം. ഉദാഹരണം, ബൈബിളിൽ ഇതിനെല്ലാം തെളിവുണ്ട്. രോഗാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കയറിയാൽ ആ വ്യക്തി നിരന്തരമായി രോഗിയായി മാറും. സാമ്പത്തിക ഞെരുക്കം വരുത്തുന്ന ഒരു പിശാച് ഒരു ഭവനത്തിനകത്ത് കയറിയാൽ, കലഹമുണ്ടാക്കുന്ന ഒരു ആത്മാവ് കയറിയാൽ, ഇതിന്റെ എല്ലാം ഇന്റേണലി ഓപ്പോസിറ്റ് ആണ് ഹോളി സ്പിരിറ്റ്. ആമേൻ. ഏതൊക്കെ റിസൾട്ടുകൾ ഹോളി സ്പിരിറ്റിന്റെ ഫ്രൂയിറ്റ്സുകൾ ആ പരിശുദ്ധാത്മാവിൽ ഉണ്ടോ, അതിന്റെ എല്ലാം നെഗറ്റീവ് ഇമോഷൻസുകൾ ദുരാത്മാവിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. മകയിരത്തിന്റെ കെട്ട് നിനക്ക് കഴിക്കാമോ? കാർത്തികയുടെ ചങ്ങല നിനക്ക് പൊട്ടിക്കാമോ?
എന്താ ദൈവം യോബിനോട് ഇത് ചോദിച്ചത്? ആമേൻ. യോബേ, നിന്റെ സമ്പത്ത് അപഹരിച്ചത്, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയത്, നിന്റെ തലമുറയെ ഇല്ലാതാക്കിയത്, നീ എന്നെ ഇങ്ങനെ ബിഗ് സീറോ ആക്കിയത് ഒരു മകയിരത്തിന്റെ കെട്ട, കാർത്തികയുടെ ചങ്ങലയാ. മകയിരത്തിന്റെ കെട്ടഴിഞ്ഞാൽ, കാർത്തികയുടെ ചങ്ങല പൊട്ടിയാൽ, ആമേൻ, 41-ാം അധ്യായത്തിലേക്ക് ദൈവം പറയുന്നു, ആമേൻ, മഹാനക്രത്തെ നിനക്ക് ചൂണ്ടലിട്ട് പിടിക്കാമോ? വിശ്വസിക്കുന്ന ഒരു ദൈവമക്കൾ നല്ല ആമേൻ പറയട്ടെ. മഹാനക്രമ അയ്യോവിന്റെ വീട്ടിൽ കയറിയത്, മുഴുവൻ നശിപ്പിച്ചു കളയും. ആദ്യം അവൻ കയറുന്ന ഒരു ഡോറുണ്ട്, അതിലൂടെ ഓരോരോ ഡോറിന്റെ അകത്തേക്ക് കയറും. സ്തോത്രം ചെയ്യേ. ആദ്യം നമ്മൾ ചിലപ്പോ ഒരു പാപത്തിന് എലോ ചെയ്ത് കൊടുക്കും. ചിലപ്പോ ഒരു വ്യക്തി ഒരു പാപം ചെയ്തതിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈവശമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബന്ധനമായിരിക്കും, ഒരു ആഭിചാരമായിരിക്കും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും. എന്തെങ്കിലും ഒരു വചനത്തെ ലംഘിക്കുന്നതിന്റെ അകത്തൂടെ വേറെ വഴിയായി വരുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. വചനത്തിന് അടിസ്ഥാനമല്ലാത്ത, വചനത്തിന് ഔട്ടിലുള്ള ഏത് കാര്യമാണോ അതിനകത്തൂടെ പിശാച് കയറും. ആമേൻ പറ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ എന്നോട് ചേർന്ന് പറയാം. ചില വ്യക്തികളെ സംബന്ധിച്ച് അവർ ഫ്രീ ആയതിനു ശേഷം ബന്ധിക്കപ്പെടുന്നതല്ല, രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പേ ചില ബന്ധനങ്ങൾ അവരുടെ മേലുണ്ട്. പക്ഷേ ആ ബന്ധനം ഉള്ളിൽ കിടക്കുമ്പോഴും അവർ രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും, കൃപാവരവും പ്രാപിക്കും. പക്ഷെ ജീവിതത്തിന്റെ, കുടുംബത്തിലെ ഏതെങ്കിലും ഒരു ഏരിയ, ഏതെങ്കിലും ഒരു ഏരിയയിൽ വിടുതൽ നടക്കാതെ കിടക്കും. അവിടെ നമ്മൾ നിരാശരാകും. നമ്മൾ ദൈവത്തോട് ചോദിക്കും, കർത്താവ്, എനിക്ക് ഇത്രയും കൃപയുണ്ടായിട്ട് എന്തുകൊണ്ട് ഈ വിഷയത്തിന് വിടുതൽ കിട്ടുന്നില്ല? ദൈവം പറയുക, മഹാനക്രത്തെ നിനക്ക് ചൂണ്ടലിട്ട് പിടിക്കാമോ? ഇത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപം ചെയ്തപ്പോ വന്നതല്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വചനം ലംഘിച്ചപ്പോ, നിയമം ലംഘിച്ചപ്പോ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മയും ക്രിസ്തുവിൽ ഉയർപ്പിച്ചു. അവയാൽ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ച് നടന്നു. എവയാൽ? അതിക്രമങ്ങളാൽ, പാപങ്ങളാൽ. യേശുവിൽ വരുന്നതിന് മുമ്പ്, യേശുവിലാകുന്നതിന് മുമ്പേ ഒരു ദൈവപൈതൽ ചെയ്ത, ഒരു വ്യക്തി ചെയ്ത പാപത്തിലൂടെ പിശാച് അവരുടെ ഉള്ളിൽ കയറുന്നു. ചിലര് പറയുന്നു രക്ഷിക്കപ്പെട്ടപ്പോ എല്ലാം ഓക്കെ ആയി. ആമേൻ. രക്ഷിക്കപ്പെട്ടപ്പോ എല്ലാ ബന്ധനവും അഴിഞ്ഞു. പക്ഷെ ഉള്ളിൽ കയറിയ ഈ കെട്ടഴിയണമെങ്കിൽ ആ അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്യണം. ആമേൻ പറ. അതുകൊണ്ട് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് കർത്താവ് ശക്തിയും അധികാരവും കൊടുത്തത്. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ വന്ന ചില ബന്ധനങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും, വചനം അറിഞ്ഞതിന് ശേഷവും, വചനത്തിന് വെളിപ്പാട് കിട്ടിയതിനു ശേഷവും ചില വ്യക്തികൾ മറന്നിരുന്നുകൊണ്ട് പ്രവർത്തിച്ച് ആ കുടുംബത്തിനകത്ത് അനുഗ്രഹവും ഉയർച്ചയും തടഞ്ഞ് കലഹങ്ങളും വിഷയങ്ങളും രോഗങ്ങളും ആക്കി ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയാതെ നിരാശയിലേക്ക് പോകുമ്പോൾ ദൈവം പറയുക, ആ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വന്നതാണെങ്കിലും അതിന് ശേഷം വന്നതാണെങ്കിലും അവൻ മഹാനക്രത്തെ നിനക്ക് ചൂണ്ടലിട്ട് പിടിക്കാമോ? യോബ് ഒരു കാര്യം പറഞ്ഞു, ദൈവമേ, നിനക്കൊരു കാര്യം അസാധ്യമല്ല. നിനക്കൊരു കാര്യം അസാധ്യമല്ലെന്ന് യോബ് പറയുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോ യേശു കർത്താവ് പറയാ, സകല ഭൂതങ്ങളുടെ മേലും ഞാൻ നിങ്ങൾക്ക് ശക്തിയും അധികാരവും കൈമാറുകയാണ്. നിങ്ങളിൽ എത്ര പേര് ഇത് മനസ്സിലാകുന്നു, എത്ര പേര് ആമേൻ പറയുന്നു എന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി അനോയിന്റിങ്ങിന് വാല്യൂ കൊടുക്ക്, അഭിഷേകത്തിന് വാല്യൂ കൊടുക്ക്, അഭിഷേകത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്ക്. ചരിത്രങ്ങൾ പൊളിയാൻ പോവുകയാണ്. ഉദവലവ ശംദര ഘടക ജലധര ഘടകസി റമശമന ഗതന ഘടക പ്രൗഢലകഷിയ. അതെ, ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഓരോ ദിവസവും ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ആ സത്യസന്ധതയിലും നിഷ്കളങ്കതയിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും ഹോപ്പിലും പ്രത്യാശയിലും നമ്മളെ നടത്തുന്നതിനെയാണ് ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുന്നത്. ഇനി ആമേൻ, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ അങ്ങ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. കേൾക്കാൻ സന്തോഷമാണോ? ഇന്ന് രാത്രിയിൽ, 6ാമത്തെ രാത്രിയിലെ ദൂത് കേൾക്കാൻ സന്തോഷമാണോ? സ്തോത്രം. ഹല്ലേലൂയ. അവന് കർത്താവ് ആത്മാവ് നിറഞ്ഞവനായി. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവിന്റെ നിറവുണ്ട്? ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. യേശു കർത്താവിനെ അഭിഷേകം ചെയ്തത് എന്തിനാണെന്ന് ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുന്ന കർത്താവ് പറയുന്നതുണ്ട്. ബദ്ധന്മാരെ വിടുവിച്ചയക്കാൻ, ഉപദേശം പറഞ്ഞയക്കാനല്ല, ദൂത് പറഞ്ഞു വിടാനല്ല, വിടുവിച്ചയക്കാൻ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ. അത് കർത്താവിനെ സംബന്ധിച്ച് കർത്താവിന് മേൽ വന്ന അഭിഷേകമാണ്. അങ്ങനെ ഈ സൂമിൽ ഈ ജോയിൻ ചെയ്തിരിക്കുന്ന 57 ആമേൻ ഡിവൈസിലുള്ള ദൈവമക്കളുടെ മേലും
ദൈവം അഭിഷേകം ചെയ്തതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ പദ്ധതിയുടെ പൂർണ്ണതയിലെത്തുവാൻ കഴിയാതെ ഏത് മരുഭൂമിയിൽ ഏത് വിഷയത്തിൽ നീ ലോക്കായി കിടക്കുന്നു, ആ ഏരിയയിൽ ഈ രാത്രി നിന്റെ മേലുള്ള അഭിഷേകം ഇറങ്ങി ഫ്രീ ആകാൻ പോകുകയാണ്. കർത്താവ് പറയുന്നു, പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. വായിച്ചോ 4:18, ലൂക്കോസ് 4:18. പിതാവിനെ അഭിഷേകം ചെയ്തിരിക്കുകയാ, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ആ ലാസ്റ്റ് വൺ കണ്ടോ, പ്രസംഗിക്കാൻ വരെ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന അഭിഷേകമില്ലാതെ പ്രസംഗിക്കരുതെന്നാ. ബദ്ധന്മാരെ വിടുവിച്ചയക്കാൻ, പ്രസംഗിക്കാൻ കർത്താവിന്റെ പ്രസാദം. അപ്പൊ കർത്താവിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഇരിക്കുക. ആ കർത്താവിന്റെ കോളിങ്, ആ ശുശ്രൂഷ, അഭിഷേകം ചെയ്യപ്പെട്ടതിന്റെ ഉദ്ദേശം എന്താ? അത് നടക്കാതിരിക്കാനാണ് മരുഭൂമിയിൽ പിശാച് അവനെ ബ്ലോക്ക് ചെയ്തത്. എന്താ, എങ്ങനെ ബ്ലോക്ക് ചെയ്ത്? ഒരു ഭയങ്കര എക്സ്പെക്ടേഷൻ പിശാചിനുണ്ടായിരുന്നു. പിശാചിന് വലിയൊരു തന്ത്രം ഉണ്ടായിരുന്നു. പിശാചിന്റെ എക്സ്പെക്ടേഷൻ എന്താണ്? ആദാമിനെയും ഹവ്വയെയും പരാജയപ്പെടുത്തിയതുപോലെ ഇവൻ ഒരു മനുഷ്യനാണെങ്കിൽ എന്റെ പ്രലോഭനത്തിൽ ഇവനും വീണുപോകും. ഒരു നല്ല ആമേൻ പറ. പിശാച് നിന്റെക്കും തെറ്റുപറ്റി. ഇവന്റെ റേഞ്ച് വേറെയാ, ഈ അഭിഷേകത്തിന്റെ റേഞ്ച് വേറെയാ. സ്തോത്രം. അതേ വാക്ക് ഞാൻ ഇന്ന് രാത്രി ഈ സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തിന്റെ റേഞ്ച് വേറെയാ. അത് തിരിച്ചറിയണം. അതെ, ഇനി എപ്പോഴാണ് മരുഭൂമിയിൽ ലോക്കായി കിടന്നാൽ ഗലീലയിലെ വിടുതൽ നടക്കത്തില്ല. സ്തോത്രം. ഇനി പരീക്ഷിച്ചു കൊണ്ടിരുന്ന പിശാച് പ്രലോഭിപ്പിക്കാൻ എപ്പോഴാണ് അടുത്തു വന്നത്? നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കെയർഫുള്ളായി ഓരോ കാര്യം A to Z ശ്രദ്ധിച്ച് ജീവിക്കേണ്ട ഒരു ജീവിതം ദൈവമക്കളുടെ ജീവിതം. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഫാമിലി ലൈഫ്, കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, അവരുടെ മുമ്പിൽ മാതൃകയായി ജീവിക്കുന്നത്, ശുശ്രൂഷ, A to Z വളരെ കെയർഫുള്ളായി ജീവിക്കേണ്ട ഒരു ജീവിതം. കാരണം എസ്പെഷ്യലി ഫാമിലി ലൈഫ്. എന്റെ കാര്യം ഞാൻ പറയാം, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. യേശു കർത്താവിന് വിശന്നപ്പോ പിശാചിന്റെ അടുത്ത് വന്നു. ആമേൻ പറ. നമ്മുടെ ശരീരത്തിന്റെ ബലഹീനത, മൈൻഡിന്റെ ബലഹീനത പിശാചിനറിയാം. രാജാവിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടി മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറഞ്ഞ ഏലിയാവ് ഇസ്രായേലിന്റെ വാക്കിൽ ക്ഷീണിച്ചു പോയി. ഹല്ലേലൂയ. ഞാൻ എന്റെ കാര്യം തന്നെ അങ്ങ് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തില്ല. ചില സമയത്ത് ഭയങ്കര വചനവും പ്രസംഗവും ഭയങ്കര വെളിപ്പാടും, ചില സ്ഥലത്ത് ദൈവത്തിന്റെ കൃപയായപ്പോ ഭൂതവും ഒക്കെ ഇളകിയിട്ട് വീട്ടിൽ വരുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആവും. സ്തോത്രം ചെയ്യേ. പെട്ടെന്ന് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഡൗൺ ആവും. പക്ഷെ ദൈവാത്മാവ് അവിടെ നമ്മളെ ശക്തീകരിക്കും. ആ ഉടനെ ദൈവാത്മാവിനോട് പറയും, ആ ഡൗൺ ആകുന്ന ഏരിയയിലൂടെ പിശാച് ജയിക്കാൻ സാധ്യതയുണ്ട്. മെന്റലി നമ്മൾ എത്രത്തോളം ദൈവാത്മാവിൽ സ്ട്രോങ് ആകുന്നോ അത്രത്തോളം പൈശാചിക മണ്ഡലങ്ങളെ ജയിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ മെന്റലി സ്ട്രോങ് അല്ലെങ്കിൽ ഒരാടെ വാക്കുമതി നിങ്ങളുടെ പ്രാർത്ഥന മുടങ്ങാൻ. ആമേൻ പറ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വാക്ക് എഴുതിയിരിക്കുന്നു, വായിക്കണ്ട. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ഹല്ലേലൂയ. ഒത്തിരി അഭിഷേകത്തോടെ പ്രാർത്ഥനയോടെ ഒരു വീടിനകത്ത് വിവാഹം ചെയ്യപ്പെട്ട് ഭർതൃഭവനത്തിൽ പോയ എത്രയോ സഹോദരിമാരുടെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു, അഭിഷേകം നഷ്ടപ്പെട്ടു. കാരണം വീട്ടിലുള്ളവരുടെ ചില വാക്കുകളാ. നമ്മൾ മനുഷ്യരായോണ്ട് ഇമോഷണലി നമ്മൾ ഡൗൺ ആയി പോകും, നമ്മൾ നിരാശപ്പെട്ടു പോകും. അവിടെ പക്ഷെ കർത്താവിനെ കുറിച്ച് എഴുതി, കർത്താവും മനുഷ്യരാണ്, പക്ഷെ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. യേശു കർത്താവിന് വിശന്നപ്പോൾ പിശാച് അടുത്തു വന്നു. യേശു കർത്താവിന്റെ അപ്പോഴത്തെ നീഡ് ശരീരത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിയാവുന്നവൻ. ഇതാ ഞാൻ പറഞ്ഞ ഫാമിലി ലൈഫ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ദൈവമക്കൾ. ഒരു പുരുഷന്റെ ശരീരത്തിന്റെ ആവശ്യം, ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ ആവശ്യം, ഒരു കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ ഇമോഷൻ ചേഞ്ച് വരുന്നത്, ഹോർമോൺ ചേഞ്ച് വരുന്നത്,
ഇതെല്ലാം നമ്മളെക്കാൾ കൂടുതൽ പിശാചിന് അറിയാം. ബി കെയർഫുൾ. ഒരു ആമേൻ പറ. സ്തോത്രം, സ്തോത്രം. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, നമ്മുടെ ബലഹീനതയ്ക്കകത്തൂടെ കയറി പ്രവർത്തിക്കുന്ന അഭിഷേകം ചെയ്യപ്പെട്ടത് എന്തിനാണോ അതിനകത്ത് കയറാൻ കഴിയാതെ ബലഹീനതകളെ ആമേൻ ക്ലെയിം ചെയ്യുന്ന ദുരാത്മാവിനെ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിൽ കയറിക്കൂ. ശബ്ദലഘടക ജനാരഘടക പ്രൗഢബല ഘടക ജനതരകസി. ഇനി ഇങ്ങനെ പറ, തലേ കൈവച്ച് പറ, ഇനി ഞാൻ നിരാശനാകത്തില്ല, ഇനി ഞാൻ നിരാശയാകത്തില്ല, ആ വിഷയത്തിനകത്ത് ഞാൻ നിരാശപ്പെടത്തില്ല. എന്റെ യേശു ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു, എന്റെ കർത്താവ് നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു, കർത്താവ് ചെയ്തു തരാമെന്ന് പറഞ്ഞു, കർത്താവിന്റെ അഭിഷേകം എന്റെ മേലുണ്ടെന്ന് പറഞ്ഞു. ഉഡിവ ലാമ ടിബി റിഗ ലാ റേസേനിയ ലൊണ്ടോമിയ റഗസോനിയ. ജിബി മാത്യു, ദൈവാത്മാവ് ഇങ്ങനെ ദൂത് പറയുന്നു, ആമേൻ, നീ കല്ലറയ്ക്കകത്തേക്ക് നോക്കി നിന്നുകൊണ്ട് കരഞ്ഞ സീസണുകൾ മാറാൻ പോകുകയാ. അക്തി അറംക്ഷമന. എന്നോട് ദൈവം പറയുമ്പോൾ ചില സൈനുകൾ സ്പിരിച്വൽ സൈനുകൾ ദൈവാത്മാവ് കാണിക്കുന്നു. റാംധേനിയ ഷകൽ ഘടക ജനതരകസി. 3 മാസങ്ങൾക്ക് മുമ്പേ നീ കടന്നുപോയ ഡീപ്പായ ഒരു പെയിന്റ് അകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോവുക. റൺഷേനിയ അസേനിയ. ആമേൻ, കുടുംബത്തിന്റെ അകത്ത് ചിലര് വെച്ച ചില ലേവലുകൾ സ്വർഗം പൊളിക്കാൻ പോകുന്നു. ആമേൻ, മുടങ്ങിക്കിടക്കുന്ന ചില പ്രോപ്പർട്ടിയുടെ വിഷയങ്ങൾക്കകത്ത് ദൈവകരം ചലിക്കാൻ പോകുന്നു. റാംകാസിയ ലേഷേനിയ. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിനക്കെതിരെ വന്ന കാറ്റുപോലെ തന്നെ വാക്കുകൾ, ഈ രാത്രി ആ മൂർച്ചയുള്ള വാക്കുകൾ സ്വർഗം ബ്രേക്ക് ചെയ്യും. അടഞ്ചന മനഘടക പ്രൗഢബല. അടച്ചിട്ടിരിക്കുന്നിടത്തുനിന്ന് അഭിഷേകം ഇറങ്ങി നിന്നെ തുറന്നു വിടാൻ പോകുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവാത്മാ പറയുന്നത്, നിന്റെ ശിരസിന് മേൽ ഒരു ഗോൾഡ് കളർ കിരീടം കൊണ്ടുവന്ന അഭിഷേകമായി ദൈവം വെക്കുന്ന ഒരു ആദരവിന്റെ അനുഭവം. ഏകദേശം 12 ദിവസങ്ങൾക്കകത്ത് നിന്റെ ലൈഫിനകത്ത് നീ ചോദിക്കുന്ന വിഷയത്തിനകത്ത് അസാധാരണമായ ഒരു മറുപടി ഒരു ഏഞ്ചലുമായി വന്ന് എൻകൗണ്ടിങ്ങിന്റെ അകത്ത് വെളിപ്പെടുന്നത് കർത്താവിനെ കാണിക്കുന്നു. റമനക ശമനഗണഗതി. കർത്താവ് പറയുന്നു, ആമേൻ, നീ ഫ്രീ ആയിക്കോ, പരിശുദ്ധാത്മ നിന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോവുക ഈ ദിവസങ്ങളിൽ. ആമേൻ, ആരിൽ നിന്നൊക്കെ നീ എന്തൊക്കെ എക്സ്പെക്ടേഷൻ നിനക്കുണ്ടായിരുന്നു, എന്തൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ട് കരഞ്ഞ ചില അനുഭവങ്ങളുണ്ട്. പരിശുദ്ധാത്മ ദൂത് പറയാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ ആമേൻ, ആരൊക്കെ മനസ്സിലാകാതെ പോയ വിഷയത്തിനകത്തും ദൈവാത്മാവ് നിന്റെ കൂടെ നിൽക്കുക. എന്നാൽ മനസ്സിലാകാതെ പോയവരും നിന്റെ അടുത്ത് വരുന്ന ഒരു വെളിപ്പാട് കർത്താവിനെ കാണിക്കും. സ്ഥലഘടക ജനഘടക തിരിമനഘടക. എനിക്കറിയത്തില്ല, എന്തോ ഒരു ഭയങ്കര ആക്സിഡന്റിന്റെ ഒരു വ്യാപാരത്തെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അഭിഷേകം വെട്ടിക്കളയും. ദൈവത്തിന്റെ ദൂതന്മാർ അതിനെ വെട്ടിക്കളയും. ഷാനകൽ ഹറാസി അർമധന ഘടക അജനഘട. എന്തോ ഒരു അനർത്ഥം വീടിനകത്ത് ദൂതനിറങ്ങി വെട്ടിക്കളയും. ചില പഴകിയ വേരുകൾ ദൈവാത്മാവ് വലിച്ചെടുത്ത് കളയും. നിന്റെ മേലുള്ള അഭിഷേകം എന്തെന്ന് ഈ ദിവസങ്ങളിൽ ആമേൻ ചിലർ അറിയാൻ പോകുകയാ. റാമാസിയാധാരക മീര ഉല്ലാസ്. ദൈവാത്മാവ് ഈ ഡിവൈസിലുള്ള മകളോട് ഇങ്ങനെ പ്രവചിച്ചു പറയുന്നു, 2-3 ആമേൻ വരങ്ങളെ, കൃപവരങ്ങളെ നീ ചോദിക്കുന്നത് കർത്താവിനെ കാണിക്കും. എനിക്കറിയത്തില്ല, ഈ വരുന്ന മാസം 22-ാം തീയതി എന്നൊരു ഡേറ്റ് ദൈവാത്മാവിനെ കാണിക്കും. ഷാംധാരകൾ കമനകരകസ് 22-ാം തീയതി. ആ 22-ാം തീയതിയുമായി ബന്ധപ്പെട്ട് വീടിനകത്തൊരു പ്രാർത്ഥന ക്രമീകരിക്കുന്നു. അതിനുശേഷം അവൻ നീ ചോദിച്ചതല്ല, നനച്ചതല്ല, അത്യന്തം പരമായതിലേക്ക് ദൈവാത്മാവ് നിന്നെ കരം പിടിച്ച് നടത്താൻ പോകുക. പുറമേ ചിരിക്കുന്നെങ്കിലും അകത്തളങ്ങളിൽ ചില നിരാശയുടെ വേദനകൾ, ചില ഭാരങ്ങൾ. അസ്ഥി റിവക്ഷമന ലഗതുനിയ റഗതു. 2019 മുതൽ മുടങ്ങിക്കിടക്കുന്ന ചില വിഷയത്തിനകത്ത് വേഗത്തിൽ ഒരു മറുപടി വെളിപ്പെടും. സഡൻലി തീ ഇറങ്ങിയതുപോലെ ചില അഭിഷേകത്തിന്റെ തീയുടെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് തരാൻ പോകുകയാണ്. നീ പറയുന്നത് ഫൈനൽ വാക്കാകുന്ന നിലകളിൽ അഭിഷേകം തന്നെ ചേഞ്ച് ആക്കും. റൈസയാന രൂത്തിനെ പോലെ നീ റെസ്പെക്ട് ചെയ്യപ്പെടും. കർത്താവ് അങ്ങനെ ദൂത് പറയാൻ പറയും. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ ബ്ലെസ് ചെയ്യും. മടങ്ങി വരാം. ആമേൻ. ഈ ആത്മശക്തി, യേശു കർത്താവിന്റെ മേൽ ആത്മനിറവ്, ആ ആത്മീക നടത്തിപ്പ്, ആമേൻ, കർത്താവിനെ എന്തിനാണോ അഭിഷേകം ചെയ്തത് അത് വെളിപ്പെടാതെ മരുഭൂമിയിൽ കർത്താവിനെ തടഞ്ഞപ്പോൾ
14-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. 14-ാമത്തെ വാക്യം, ലൂക്കോസ് 4:14. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചു. ആത്മനിറവ് നമ്മുടെ മേലുണ്ടെങ്കിൽ ആത്മാവിന്റെ നടത്തിപ്പുണ്ടാകും. ദൈവം കണ്ട പദ്ധതികൾ നടക്കും. അത് തടഞ്ഞാലും അതിനെ ജയിച്ച് നമ്മൾ ആ നിവൃത്തിയിലേക്ക് എത്തും. ആമേൻ. മാത്രമല്ല, ആത്മാവിന്റെ നിറവ് നമ്മളുണ്ടെങ്കിൽ, അഭിഷേകമുണ്ടെങ്കിൽ, അതിനർത്ഥം ആത്മാവിന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്തെന്നാ. യേശു ക്രിസ്തു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നു. ഒറ്റ പദം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്കൊരു ടൈം ദൈവദാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും അത്രയും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലൂക്കോസ് 5:4 വാക്യം ഒന്ന് വായിക്കാമോ? നമ്മൾ എന്തിനാണ് ദൈവം അഭിഷേകം ചെയ്തത്? കർത്താവിനെ എന്തിനായിരുന്നു കർത്താവിനെ അഭിഷേകം ചെയ്തത്? ദൈവപുത്രനായി ജീവിച്ച് മനുഷ്യനായി ക്രൂശിൽ മരിച്ച് പാപത്തിന് മോചനം വരാമായിരുന്നു. മനുഷ്യന്റെ മാനവരാശിയുടെ പാപത്തിന് മോചനം വരുത്താൻ ആത്മാവിന്റെ നിറവില്ലെങ്കിലും കർത്താവിന് കഴിയുമായിരുന്നു. പക്ഷേ എന്തിനാണ് കർത്താവിനെ പിതാവ് ദൈവം അഭിഷേകം ചെയ്തത്? വായിച്ച 5:4 മർക്കോസ്. മർക്കോസ് 5:4 വാക്യം വേഗത്തിൽ നിന്ന് വായിക്കാമോ? പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും ഇട്ടുകൊണ്ട് പൊട്ടിച്ചും ബന്ധിച്ചും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലക്കുരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. നമുക്ക് ഈ ചരിത്രം സുപരിചിതമാണ്. ഗദരദേശത്ത് 6000 പിശാച് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വസിക്കുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു, പലപ്പോഴും അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടും ആ ചങ്ങല പൊട്ടിച്ചു കളഞ്ഞു. യേശു ഒരിക്കൽ പറഞ്ഞു, തന്റെ മിനിസ്ട്രിയിൽ ശുശ്രൂഷ ഡെവലപ്പ് ആകണമെങ്കിൽ, ദേശം പിടിവിക്കപ്പെടണമെങ്കിൽ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവരാൻ കഴിയത്തില്ല. ചിലത് ബലവാൻ പിടിച്ചു വെച്ചിരിക്കുക, ചില കുടുംബങ്ങളെ, ചില നന്മകളെ അവൻ പിടിച്ചു വെച്ചിരിക്കുക. അവനൊരു പ്രത്യേകതയുണ്ട്, ആർക്കും അവനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നിന്നെ ദൈവം അഭിഷേകം ചെയ്തത് ആരുടെ മുമ്പിലും കീഴ്പ്പെടാത്ത ചിലത് നിന്റെ മുമ്പിൽ കീഴ്പ്പെടും. നിന്റെ അഭിഷേകത്തിന് മുമ്പിൽ, നിന്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ നിന്റെ അഭിഷേകത്തിന് മുമ്പിൽ ദേശത്ത് ആരുടെ മുമ്പിൽ കീഴടങ്ങാത്ത ചിലത് നിന്റെ മിനിസ്ട്രിക്കകത്ത് കീഴടങ്ങും, നിന്റെ വെളിപ്പാടിനകത്ത് കീഴടങ്ങും, നിന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാക്കിനകത്ത് കീഴടങ്ങും. ഏറ്റെടുത്തോ ഡോക്ടർ റീന ഫിലിപ്പ്, ഡിവൈസുള്ള ദൈവദാസിയോട് ദൈവാത്മാ പറയുന്നു, അങ്ങനെ ചില ശുശ്രൂഷകൾ ഫിസിക്കലി പിന്നോട്ട് വലിക്കുന്ന, ചില കീഴടങ്ങാതെ നിൽക്കുന്ന ചിലത് ഈ രാത്രി നിന്റെ മേൽ പകർന്ന അനോയിന്റിങ്ങിനകത്ത് കീഴടങ്ങട്ടെ. ചിലര് ചങ്ങല കൊണ്ട് ബന്ധിച്ചതിട്ട് അവൻ കീഴടങ്ങാഞ്ഞത് എന്താ? 2 കാര്യം. ഒന്ന്, അക്ഷരീക ചങ്ങല കൊണ്ട് ബലവാൻ കീഴടങ്ങത്തില്ല. 3, ഈ ചങ്ങല കൊണ്ട് ബന്ധിച്ചവർ അഭിഷേകമില്ലാത്തവരായിരുന്നു. ആമേൻ പറ. ഇതിനകത്ത് ഈ ഡിവൈസിലിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ മേലും ദൈവദാസിമാരുടെ മേലും അഭിഷേകമുണ്ടെന്ന് ദൈവാത്മാ പറയുന്നു. എങ്ങനത്തെ അഭിഷേകമാ? കീഴടങ്ങാതെ നിൽക്കുന്ന ചിലത് കീഴടങ്ങാൻ പോക. യെസ് ഇതിനകത്തുനിന്ന് ഒരു ദൂത് ഞാൻ പറയാം. അടമന റഗൽക്കമന റഗഷമന. ഒരു ദേശത്തൊരു അതിക്രമം ഉണ്ടാകുന്നെങ്കിൽ, ഒരു ദേശത്തൊരു കൊലപാതകം ഉണ്ടാകുന്നെങ്കിൽ, ഒരു ദേശത്തൊരു പാപം വർദ്ധിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ആ ഒരു ഏരിയയെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദുരാത്മാവുണ്ടെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ശക്തി ആ ഏരിയയിൽ നമ്മൾ കാലുകുത്തുമ്പോ കീഴടങ്ങണം. തീ പിടിക്കാൻ പോവുക. വിശ്വസിച്ചോ? ആമേൻ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചോ? കർത്താവ് പറയുന്നു, നിന്റെ കൈയുടെ മേൽ കിടക്കുന്ന ചങ്ങല പൊട്ടിച്ചുകൊണ്ട് ഒരു അഭിഷേകം വീഴും. കുടുംബത്തിനകത്ത് ബന്ധിച്ചിട്ടിരിക്കുന്ന ബലവാന്റെ ചങ്ങലകൾ ചില കുടുംബാംഗങ്ങൾക്കകത്ത് ഈ രാത്രി പൊട്ടുന്ന ബലമുള്ള അഭിഷേകം. കഴിയുമെങ്കിൽ അന്യഭാഷയിൽ 1-2 മിനിറ്റുകൾ കരമടിച്ചൊന്ന് ആമേൻ പറഞ്ഞു. നിന്റെ കരമടിക്കുമ്പോൾ നിന്റെ കരങ്ങളുടെ മേൽ തീ പിടിക്കാൻ പോവുകയാ. നിന്റെ കരത്തെ ലോക്ക് ചെയ്ത ചെക്ക് സൈൻ ചെയ്യേണ്ട നിന്റെ കരത്തെ ലോക്കാക്കി കഴിഞ്ഞ 5 വർഷമായി കെട്ടിയിരിക്കുന്ന ചങ്ങല പൊട്ടും. ദൂതിന് ആമേൻ പറഞ്ഞു.
ദൂതൻ ആമേൻ പറഞ്ഞു. ഷാബ റാബാബ ലിയാദെ ലിയാഷ റേഖേമേനിയ ആറാന്തോനിമി ഷാലാറ കാബാഹാസിയ. ആമേൻ ആമേൻ. എഡ്യൂക്കേറ്റഡ് ആയിട്ടും കഴിവുണ്ടായിട്ടും ആമേൻ 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 നിനക്ക് കേറിപ്പോകാൻ കഴിയാത്ത ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് ലീന റെജി ദൈവാത്മാ പറയുന്നു, ശുശ്രൂഷയുടെ ഒരു പകർച്ച ഇപ്പോ സംഭവിക്കുന്നു. ഇരിക്കുന്ന ചെയറിന്റെ അകത്ത് എന്തോ ഒരു ഷോക്ക് അടിക്കുന്നത് പോലെ ഒരാത്മസാരഥി ഇറങ്ങുന്നത് കർത്താവിനെ കാണിക്കുന്നു. എന്നെ കാണിക്കുന്നത് സിസ്റ്ററിനെ കാണാൻ കഴിയാത്ത ഒരു ഏഞ്ചലിക്കൽ മൂവ്മെന്റ് ഉണ്ടാകുന്നു. പക്ഷെ അത് ഫിസിക്കലി ഫീൽ ചെയ്യാൻ പോകാം. ഈ ദിവസങ്ങളിൽ നീ കാല് കുത്തിയിട്ടില്ലാത്ത, മറ്റുള്ളവർ കേറാൻ ഭയപ്പെടുന്ന ഏതോ ഏരിയയിൽ ദൈവം നിന്നെ കയറ്റി നിർത്തും. ഭയപ്പെടരുത്. നിന്നെ കണ്ട് ചിലത് കീഴടങ്ങാൻ പോക. ലിൻസി മോൻസി, ഈ രാത്രി ദൈവാത്മാവ് അങ്ങനെ എന്തോ ഒരു തീയുടെ അനോയിന്റിങ് നിന്നെ പകരുന്നു. പ്രാർത്ഥിച്ചോ. ഇതിന്റെ അകത്ത് ഈ സൂമിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഓരോ ദൈവമക്കളും പ്രാർത്ഥിച്ചോ. നിങ്ങൾ പറയുന്ന അന്യഭാഷ വെറുതെ അല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വെറുതെ അല്ല. നിങ്ങളുടെ ശിരസിലൂടെ ആത്മശക്തി ഒഴുകുകയാണ്. മൂടി വെച്ച ചിലതൊക്കെ പുറത്തു വരാൻ പോകുകയാണ്. ഷഖറബാസിയ ലെൻഷേനിയ റംഖേതേനിയ ലേനിയ അലൻ ബാംഗ്ലൂർ. ഈ ഡിവൈസിലുള്ള കർത്താവിന്റെ ദാസനോട് ദൈവാത്മാവ് ബ്രദറിനോട് ഇങ്ങനെ പറയുന്നു, നിറവിന്റെ നാളുകളാണിത്. ദൈവം എന്നെ ഒരു വാക്യം കാണിക്കുന്നു. ആമേൻ. ശിംശോനെ, ശൗലിനെ അവന്റെ സ്ഥാനത്ത് നിന്ന് എടുത്തു കളഞ്ഞത് ഓർത്ത് എത്രത്തോളം നീ ദുഃഖിച്ചിരിക്കും. ആമേൻ. ലോങ് ടൈം അല്ല നിന്റെ ദുഃഖം. എത്രത്തോളം നീ ദുഃഖിച്ചിരിക്കും. ഈ രാത്രി ദൈവം പറയുന്നു, കൊമ്പിൽ തൈലം നിറയ്ക്കുക. നിറവ് വന്നു കഴിയുമ്പോൾ നിന്റെ യാത്ര ഓപ്പൺ ആകും. ഏതോ മുടങ്ങിക്കിടക്കുന്ന ചില യാത്രകൾ ഈ രാത്രി അഭിഷേകത്തിന് മുമ്പിൽ ഓപ്പൺ ആകുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോ. ലക്ഷമാറാക്കാത്താന പടക് ശൂന്യമായ പടകല്ല. ആമേ, ഒരു നിറവിന്റെ സീസൺ തുറന്നു വരുന്നു. ശൂന്യതയുടെ സീസൺ അഴിയാൻ പോകുന്നു. ഇപ്പോൾ നിന്റെ കരത്തിലുള്ളതിന്റെ ഇരട്ടി ദൈവം നിന്റെ കരങ്ങളിലേക്ക് തരിക. 5 മാസങ്ങൾക്കകത്ത് എന്നെ 3 ചെക്ക് ദൈവാത്മാവ് കാണിക്കുന്നു. 3 വിഷയമായി ബന്ധപ്പെട്ട 3 ചെക്ക് ദൈവാത്മാവിനെ കാണിക്കുന്നു. അത് 3 കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാനാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു. എന്തോ ഒരു ഇരുള്, എന്തോ ഒരു തടസ്സം ഈ രാത്രി തീരെ കഴിയുക. 2 മതിലുകൾക്കകത്ത് നിന്നെ ഞെരുക്കി, നിന്റെ അഭിഷേകത്തെ ഞെരുക്കി വെച്ചിരുന്നത് ഈ രാത്രി പെട്ടെന്നെന്തോ ഒരു പക്ഷി പറന്നുയരുന്നത് പോലെ ദൈവാത്മാവ് അങ്ങനെ ഒരു വെളിപ്പാടിനെ കാണിക്കുന്നു. ഒരു പുതിയ വാഹനം കർത്താവിനെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതിന് ആത്മാവിൽ നമുക്ക് റിസീവ് ചെയ്യാം. അതെ, ആർക്കും കീഴടങ്ങാത്തത് ദൈവപുത്രൻ അഭിഷേകം കർത്താവിന്റെ മേൽ വരുന്നതിന് മുമ്പേ യേശു ഗലീലയിലൂടെ പോയിട്ടുണ്ട്. കർത്താവ് ആ ഗലീലയിൽ ഉണ്ടായിരുന്നു. ഗദരദേശത്ത് ഒരു ശക്തിയും ഓടി വന്ന് കർത്താവിന്റെ കാൽക്കൽ വീണില്ല. അഭിഷേകത്താലാണ് കർത്താവിന്റെ കാൽക്കൽ ബലവാൻ വന്ന് വീണതെങ്കിൽ ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, നിന്റെ മേലും സെയിം അനോയിന്റിംഗ് ഉണ്ടെങ്കിൽ അതേ കാര്യം നിന്റെ ലൈഫിൽ നടക്കും. വിജയ് പക്ഷേ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുകയാണ്. അന്തര നിൽക്കുന്ന പട്ടണത്തിൽ നിന്ന് നിന്നെ ഓടിക്ക് വന്ന് 2-3 പേർ പറഞ്ഞ വാക്കുകളെ സ്വർഗം അന്തരീക്ഷത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുക. ഓടിക്ക് വന്ന് പറഞ്ഞതൊക്കെ ഓടി വരാൻ പോകാം. സമരല ഷെഗനിയ ലഷറമ ഷഗാനിയ റഗത്തുനിയ അത്തേരിയാം ക്ഷാമന ഗദരിയാസി. ഈ ദിവസങ്ങളിൽ എന്തോ എന്നെ ഒരു വെളിപ്പാട് കർത്താവ് കാണിക്കുന്നു. എന്തോ അടഞ്ഞു കിടക്കുന്ന ഒരു ഉറവ മിനിസ്ട്രിക്കകത്ത്, ഫാമിലി ലൈഫിന്റെ അകത്ത് അടഞ്ഞു കിടക്കുന്ന എന്തോ ഒരു പൈപ്പിന്റെ ദാപ്പ് തുറന്നു വിടുന്നത് പോലെ നീ ചിലതിനെ ഓപ്പൺ ചെയ്യുന്ന ആമൻ ഒരു ഓപ്പണിങ്ങിന്റെ അഭിഷേകം. അടജന ഘടക മനഘടക ജലധര ഘടക പ്രൗഢ ബലഘടക. നിനക്കെതിരെ ഗൂഢാലോചനകളുണ്ട്. ആമേൻ. എന്നാൽ അതിന്റെ അകത്തെ 5 വ്യക്തികളുടെ മേൽ ആമേൻ അൺകൗണ്ടിങ് നടക്കും. ഇതിൽ ഡിവൈൻ അൺകൗണ്ടിങ് ആണ്. ശബരഘടകത്തിന് ആർക്കും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാത്ത ചില ഫാമിലികൾ നിന്റെ ജീവിതത്തിനകത്തേക്ക് വരുന്ന കർത്താവിനെ കാണിക്കും. വരുന്ന മാസം 12-ാം തീയതി ഒരു യാത്രയുണ്ട്. പ്രാർത്ഥിച്ചോളാൻ ദൈവാത്മാവ് ഇടപെടുന്നു. റിയാലേഷിനിയ റഗത്തുനി റിയാദുമായി ബന്ധപ്പെട്ട് ആമേൻ ദൈവാത്മാവ് ഒരു വഴിയെ തുറന്നു തരുന്നു.
അസ്ഥിനി ഹറംഷന ലഗസ്തി, അസ്ഥിയുടെ താഴ്വരയിൽ നിൽക്കുമ്പോഴും നീ ഭാരപ്പെടത്തില്ല, നിരാശപ്പെടത്തില്ല. അതിന്റെ അകത്തും നീ ഒരു സാധ്യത കാണുമെന്ന്. ആമേൻ. അസ്ഥിയുടെ താഴ്വരയിൽ നിന്നാലും സാധ്യത കാണുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുക. അസ്ഥിരീരകൾ കമനഘടകത രഹസ്യ. ഈ ദിവസങ്ങളിൽ ചിലത് കീഴടങ്ങാൻ പോകാം. ദേശത്ത് നീ നിൽക്കുന്ന പട്ടണത്തെ, രാജ്യത്ത് ചിലത് കീഴടങ്ങാൻ പോകുകയാ. നീ ഒരു ചർച്ചാ വിഷയമായി മാറുമെന്ന് ദൈവാത്മാവ് ഇടപെടും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, റിസീവ് ചെയ്യട്ടെ. കർത്താവിന്റെ മുമ്പിൽ ചങ്ങല ഇട്ടവർക്ക് അവരുടെ മുമ്പിൽ കീഴടങ്ങാത്തത്, യേശു കർത്താവിനെ കണ്ടപ്പോ കീഴടങ്ങിയത് അവന്റെ മേൽ വീണ അനോയിന്റിംഗ് ആണ്, ആത്മശക്തിയാണ്, അഭിഷേകമാണ്. ഒരു നല്ല ആമേൻ പറ. ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. വായിക്കണ്ട. എഫേസ്യ ലേഖനം 1:18-19 ഇങ്ങനെ വായിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന്. വലിപ്പം. ഈ ഒരു മനുഷ്യൻ ഗദരദേശത്ത് അടിമയായി കിടന്ന മനുഷ്യൻ പിശാചിന്റെ വലിപ്പമുണ്ട്. ഇസ്രായേൽ ജനം മുഴുവൻ ഫറവോന്റെ അധികാരവും വലിപ്പമാണ് കണ്ടത്. പക്ഷെ സഭയോട് ദൈവാത്മാവ് പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ആമേൻ. വിശ്വാസം ഉണ്ടോ ദൈവദാസി? ഈ ദിവസങ്ങളിൽ ഈ 6ാമത്തെ രാത്രി കർത്താവ് പ്രവചിച്ചു പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയെ ചിലത് ദൈവശക്തിയുടെ വലിപ്പം കാണട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെയോ സഭയുടെയോ ഡിനോമിനേഷന്റെയോ നമ്മുടെ പേരിന്റെ ഒന്നുമല്ല, ദൈവശക്തിയുടെ വലിപ്പം. റമന ശകന. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്, അഭിഷേകം ചെയ്യപ്പെട്ടത് പരിമിതികളെ പൊളിക്കാനാണ്. ആമേൻ പറഞ്ഞു. ആ പദം പറഞ്ഞാൽ നിർത്തുക. നിങ്ങളുടെ സാമ്പത്തിക പരിമിതികൾ അഭിഷേകത്തിനകത്ത് പൊളിയും. സ്പിരിച്വൽ ബൗണ്ടറികൾ പൊട്ടും. അതാ വാക്യത്തിന്റെ അർത്ഥം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്നറിയാം. അടുത്ത പദം ഇങ്ങനെ പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ആമേൻ. വിശാലതയ്ക്കകത്ത് നിന്ന യേശു കർത്താവിനെ കല്ലറയ്ക്കകത്ത് ബൗണ്ടറി വെച്ച് ഒതുക്കിയിരിക്കുമ്പോൾ പരിധികളെ പൊളിച്ചുകൊണ്ട് അളവറ്റ ദൈവശക്തി കല്ലലയിൽ ഇറങ്ങി യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. എന്തിനാ? നിങ്ങളുടെ ബൗണ്ടറി പൊളിക്കാം, നിങ്ങളുടെ പൗരുതികൾ പൊളിക്കാം. പ്രാർത്ഥനയുടെ പരിധി പൊളിയും കേട്ടോ. ഈ പ്രാർത്ഥനയിൽ, ഈ ഉപവാസത്തിൽ അന്യഭാഷയുടെ പരിധികൾ പൊളിയും, കൃപാവരത്തിന്റെ പരിധികൾ പൊളിയും. ആമേൻ. സ്നേഹത്തിന്റെ പരിമിതികൾ പൊളിയും, സാമ്പത്തികന്റെ പരിധികൾ പൊളിയും, നിരാശയുടെ പരിധികൾ പൊളിയും. ദൈവം എന്തിനാണോ ആക്ച്വലി നമ്മെ വിളിച്ചത്, എത്ര വലിയ മഹത്തരമേറിയ ശുശ്രൂഷയ്ക്കാണോ, എത്ര വലിയ മഹത്തരമേറിയ പർപ്പസിന് വേണ്ടിയാണോ കർത്താവ് നമ്മളെ കണ്ടത്, അത് വലുതാണ്. ഒറ്റ പദം പറഞ്ഞു നിർത്തുന്നു. യേശുവിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവമോ അവനെ ഏറ്റവും ഉയർത്തി, ഏറ്റവും മാക്സിമം, മിനിമം അല്ല. ദൈവശക്തി അളവറ്റ നിലകളിൽ നിന്റെ വീടിനകത്ത് ഇറങ്ങിയാൽ മിനിമത്തിൽ നീ ഒരു കാര്യത്തിൽ നിൽക്കത്തില്ല, മാക്സിമത്തിലേക്ക് ചേഞ്ച് ആകും, മാക്സിമത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങുയർത്തി നല്ല ഹല്ലേലൂയ പറയാം. ഇന്ന് രാത്രി ദൈവദാസി പരിശുദ്ധാത്മാവ് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, ചർച്ചുമായി ബന്ധപ്പെട്ട് ഒരു വെളിപ്പാടിനെ കാണിക്കുന്നു. റാംഷയനിയാൽ അറകത്തുനി. അതിന്റെ ചർച്ചിന്റെ ഒരു 5 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നും ഈ ദിവസങ്ങളിൽ എന്തോ വലിയ പ്രശ്നങ്ങളുമായി, സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാത്ത ചില വിഷയങ്ങളുമായി സഭയ്ക്കകത്ത് ചിലർ വരാൻ പോകുകയാണ്. അറാന്താലിയ ശമനിയാതര ലട്ടോറിയ നരകത്തുനി വേദന ഘടക പ്രൗഢപരകസ്യ. അമേൻ. ആ ശുശ്രൂഷകരുടെ വിശാലതയ്ക്കകത്ത് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തിനു വേണ്ടി സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവം പറയുന്നു, ഹോസ്പിറ്റലുകൾ കൈവിട്ട, ഡോക്ടർമാർ കൈവിട്ട കേസുകൾ ശുശ്രൂഷയിൽ വരാൻ പോകുകയാണ്. ഈ മാസത്തിന്റെ അവസാന ദിവസം ഡേറ്റുകളുമായി ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷയുടെ യാത്ര ദൈവം തുറക്കുന്നു. റീമാനിയാന്തരി എറണാകുളത്തുമായി ബന്ധപ്പെട്ട് ഒരു മിനിസ്ട്രിയുടെ വഴി കർത്താവ് തുറക്കുന്നു. പ്രാർത്ഥിച്ചോളാൻ കർത്താവ് ഇടപെടുന്നു. അവിടെ എന്തോ ഒരു ബ്രാഞ്ച് പോലെ ചില മിനിസ്ട്രികൾ കർത്താവ് ചെയ്യിപ്പിക്കും. സപ്പോർട്ടുകൾ ദൈവം എഴുന്നേൽപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന്, അഭിഷേകം ചെയ്യപ്പെട്ടത് ആരുടെ മുമ്പിൽ കീഴടങ്ങാത്തത് നമ്മുടെ മുമ്പിൽ കീഴടങ്ങാണ്. 2, അഭിഷേകം ചെയ്യപ്പെട്ടത് ബൗണ്ടറി പൊളിയാണ്. പരിമിതികൾക്കകത്ത് ഞാനും നിങ്ങളും നിൽക്കത്തില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ ശുശ്രൂഷ, സാമ്പത്തികം, കുടുംബജീവിതം, ആത്മീയ ജീവിതം എല്ലാം പരിധികളെ പൊളിച്ചുകൊണ്ട് വിശാലതയിലേക്ക് പോകും. വിശ്വസിക്കുന്ന ദൈവമക്കൾ 2 കാര്യങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയാം. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ബ്ലെസ് ചെയ്യട്ടെ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, അഭിഷേകം ചെയ്യപ്പെട്ടത് എന്തിനാ? ഈ ആത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ, ആത്മശക്തി ഉണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ എന്താ? ആത്മാവിൽ നിന്ന് നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അഭിഷേകം ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ നിരാശപ്പെടണ്ട. ഹോളി സ്പിരിറ്റിന് സറണ്ടർ ആകുക. ഹോളി സ്പിരിറ്റ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാ വിവചനങ്ങളെ നമ്മളെ
ബ്ലസ് ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. എന്നെ മിനിസ്ട്രിക്ക് വിളിച്ച കർത്താവിന്റെ ദാസിയോടുള്ള ദൈവമക്കളോട് എല്ലാവരോടുള്ള നന്ദി പറയുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ഓൾ ഓഫ് യു.